നശിപ്പിച്ച് കളഞ്ഞു. നോർവേ തോറ്റപ്പോ തോറ്റന്റെ ആഘോഷത് അത് തിരിച്ച് പക്ഷെ നോർവേ ഭയങ്കര ഒരു വെൽക്കം ടു വിറ്റോക്സ് ഇല്ലേ ഇതില് എന്താ പറഞ്ഞു. വിറ്റോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വളരെ സ്പെഷ്യൽ ആണല്ലേ, കാരണം ഇതിലെ അവസാനത്തെ 2 കണ്ണികൾ ഞാനും റിൻഷാദും മാത്രമേ ഉള്ളൂ. അപ്പോ ഡയറക്റ്റ് വിഷയത്തിലേക്ക് കിടക്കാനല്ലേ. ഇപ്പൊ കത്തിക്കുന്നില്ല, ഇപ്പൊ വളരെ റെലവന്റ് ആയിട്ടുള്ള മുമ്പ് പറ എന്ത് അല്ല നീ കത്തിക്കണ വിഷയങ്ങൾ പറയാൻ. ഫുട്ബോള്, വേൾഡ് കപ്പ് എത്ര കളി കണ്ടു നീ വർത്തമാനം പറയാൻ ഇറങ്ങിയേക്കുന്നത്? എത്ര കളി കണ്ടിട്ട് നീ? ഞാൻ വളരെ കുറച്ച് കളികളെ കണ്ടുള്ളൂ സത്യം പറഞ്ഞാൽ. അത്രയും രാത്രിയുള്ള കളികളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അർജന്റീനയുടെ കളിയൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ മെസ്സി ഫാനാണോ നീ? മനസ്സുകൊണ്ട് ഞാൻ മെസ്സിയുടെ കൂടെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ബെറ്റർ ടീം ഫ്രാൻസ് ആണ്. ഈ കണ്ടല് വെച്ച് ബെറ്റർ ടീം ഫ്രാൻസ് ആണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ അർജന്റീന ഈസ് പ്ലേയിങ് വിത്ത് ഹാർട്ട് ആൻഡ് ദ ഹാർട്ട് ഇസ് മെസ്സി. മെസ്സിക്ക് വേണ്ടിയിട്ടാണ് അർജന്റീന കളിക്കണേ. എപ്പോഴും ആ കമ്പാരിസൺ അത് രസമാണ്. ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ അല്ല, അതിന് മുന്നേ തന്നെ ഉണ്ടല്ലോ മെസ്സി, റൊണാൾഡോ, ആ കമ്പാരിസൺ. അതെനിക്കാരും ഇഷ്ടം. എനിക്ക് മെസ്സിനെ ഇഷ്ടം. അപ്പൊ ഇതിലൊരു ഫണ്ണില്ലല്ലോ. അല്ല, ഫണ്ണിന്റെ കാര്യമൊന്നുമില്ല. എനിക്കും തോന്നുന്നത് ഫ്രാൻസ് ജയിക്കുന്ന അല്ലേ. ഭയങ്കര കൺവിൻസിങ് പെർഫോമൻസ് ആയിരുന്നു അവരുടെ ത്രൂ ഔട്ട്. ഞാൻ ഹൈലൈറ്റ്സ് മാത്രമേ കാണുള്ളൂ. അത് എനിക്ക് പെർഫോമൻസിന് മുഴുവനായിട്ട് വിലയിരുത്താൻ പറ്റില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ജയിക്കുന്നു. ഫ്രാൻസ് ജയിച്ച അതിന് മുമ്പ് നമ്മുടെ എപ്പിസോഡ് ഇറങ്ങില്ലേ ഫൈനലിന് മുമ്പ്. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോ ഈ ഷൂട്ട് നടക്കുമ്പോ ഇംഗ്ലണ്ട്, ഇന്ന് ഫ്രാൻസും സ്പെയിനും രാത്രി മാച്ച് ഉണ്ട്. ഇന്ന് ഫ്രാൻസ് പുറത്തേക്ക് കഴിഞ്ഞ എപ്പിസോഡിന്റെ ഈ ഭാഗം എത്തിയത് ഇല്ല, എനിക്ക് തോന്നുന്നു ഫ്രാൻസ് തന്നെ ജയിക്കുന്നതാണ്. എംബാപ്പെ പ്യുവർ പുള്ളിയെ സോഷ്യൽ മീഡിയ ഒരു ഡിക്റ്റേറ്റർ വൈബ് മനുഷ്യൻ എന്നുള്ള രസമാണ്. അതിന് കുറെ ഇങ്ങനെ ആനിമേ വീഡിയോസ് ഒക്കെ ഇറക്കും. ഈ ഓരോ മാച്ച് കഴിയുമ്പോൾ, ഇമ്പോർട്ടന്റ് മാച്ച് കഴിയുമ്പോൾ അതിലുള്ള ഓരോ സാധനത്തിൽ വെച്ച് ആനിമേ വീഡിയോസ് വരും. നല്ല രസമാണ്. നീ കണ്ടിട്ടില്ല? അത് എന്റെ ഫീൽഡിൽ എത്തിയിട്ടില്ല. അങ്ങനെ കുറെ ആൾക്കാർ അത് ഇടയ്ക്ക് വെച്ച് ഭയങ്കര രസമായിരുന്നല്ലേ. ഐ മീൻ കുറച്ച് ആൾക്കാര് ഈ സമയത്ത് റീച്ച് പിടിക്കാൻ അല്ലെങ്കിൽ വ്യൂ പിടിക്കാനുള്ള നല്ല ആൾക്കാരൊന്നല്ല. ഇപ്പോഴത്തെ നീ കണ്ടിട്ടില്ലേ, അതായത് ട്രെൻഡിങ് ടോപ്പിക്കിൽ സംസാരിക്കുക എന്നുള്ള സാധനം അത് ബേസിക് ഒരു സാധനത്തിൽ എല്ലാരും അത് സെറ്റാണ്. അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അവർക്ക് കണ്ടന്റ് ആവശ്യമുണ്ട്. അപ്പൊ ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ അത് ബിഗ് ബോസ്, വേൾഡ് കപ്പ് വന്നാൽ വേൾഡ് കപ്പ്. യുദ്ധം വന്നപ്പോ ഉണ്ടായിരുന്നോ? യുദ്ധം വന്നപ്പോ പക്ഷെ യുദ്ധത്തിന്റെ ഈ ടെക്നിക്കാലിറ്റീസ് ഒക്കെ അറിയണമെങ്കിൽ കുറച്ചുകൂടെ വിവരം വേണം. അല്ല, അതിന്റെ വളരെ വിവാദപരവും വളരെ ഇതായിട്ടുള്ളൊരു പരാമർശം ഇപ്പൊ നടത്തി. അതെങ്ങനെ എടാ ശരിക്കും ഈ ചെയ്യണവർക്ക് വിവരമില്ലാന്നല്ലേ നീ പറഞ്ഞു? ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. അത് ബുദ്ധിമുട്ടാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അല്ലേ, അതിലൊരു അഭിപ്രായം പറഞ്ഞാൽ ബാക്ക്ലാഷ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇല്ല, അതിലല്ലേ കുറവ്. ഇതെല്ലാരും കാണുന്ന ഒരു സംഭവം അല്ലേ ഏത് വേൾഡ് കപ്പും ബിഗ് ബോസും. ഇതിന് 2 പക്ഷവും എല്ലാവരും. ബിഗ് ബോസ് അങ്ങനെയാണല്ലോ, ഒരു ഫോർമാറ്റ് അങ്ങനെയാണ്. ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാം. നിനക്ക് ഒരാളുടെ പക്ഷം പിടിച്ച് സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിന്നെ ഇത് ചെയ്യാൻ കുറെ ആൾക്കാർ വരില്ലേ, നിന്നെ എതിർക്കാൻ. കാരണം അതൊരു ഹ്യൂമൻ പെർസ്പെക്ടീവിന്റെ സാധനമാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ സോഷ്യലി, ജോഗ്രഫിക്കലി ഇങ്ങനെയുള്ള കുറെ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് കാരണമായിരിക്കും ഇവർ തമ്മിൽ കോൺഫ്ലിക്ട് വരുന്നത്. അതിൽ ആര് ശരി ആര് തെറ്റുന്ന അതാ പറഞ്ഞ. അപ്പൊ നീ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു വേൾഡ് കപ്പിനെ നീ ഇപ്പൊ ഫ്രാൻസിനെ ജയിക്കും എന്ന് പറഞ്ഞതല്ലേ, ഇതിന് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ തെറിയാക്കാം. ആയിക്കോട്ടെ, പറയട്ടെ. അല്ല, അതാ പറഞ്ഞ. പക്ഷെ യുദ്ധത്തിന്റെ കാര്യത്തിൽ അത്രയും ആൾക്കാർക്ക് അറിയില്ല. അത് ആൾക്കാർക്ക് അറിയാൻ പാടില്ല. കാരണം നീഡ്സ് എ ലോട്ട് ഓഫ് റീസെർച്ച് ഓൺ അതിന്റെ കറക്റ്റ്. എളുപ്പമുള്ളതാന്നല്ല പറഞ്ഞു യുദ്ധം. അല്ല, നിന്നെ മണ്ടനായിട്ട് ബ്രാൻഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പം അതിലാണ്. മനസ്സിലായോ? അല്ലേ? അറിയില്ല. നമുക്കാർക്ക് നമ്മൾ മണ്ടനാണെന്ന് വേറെ ആള് പറയുന്ന കേൾക്ക് അത്ര താല്പര്യമുള്ള കേസല്ലോ. അത് കഴിഞ്ഞ എപ്പിസോഡില് ജൂലൈ 4 അമേരിക്കയിൽ അങ്ങ് ഞാൻ എന്താ പറയാ, ഞാൻ താങ്ക്സ് ഗിവിംഗ്. അപ്പൊ ആൾക്കാർ അതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. സോറി, ഇനിയും കളിയാക്കുന്നത് നമ്മൾ കായികപരമായി നേരിടുന്നതായിരിക്കും. അരമനയിലിരുന്ന് കുശിവിച്ചു, അല്ലെങ്കിൽ കള്ള് ഷാപ്പിലിരുന്ന് കുശിവിച്ചു എന്ന് പറയുന്നവരും, അരമനയിലിരുന്ന് താളത്തിൽ പറയുന്നവരും അല്ല നിയമപരമായും കായികപരമായും ഇനി നേരിടല്ലേ. അപ്പൊ നമ്മള് വേൾഡ് കപ്പ് പറഞ്ഞു വന്നത്. വേൾഡ് കപ്പ് എനിക്ക് അമേരിക്കയില് സത്യം പറഞ്ഞാൽ കുറെയൊക്കെ ആവറേജ് അമേരിക്കൻസിനൊക്കെ ഒരു റിയാലിറ്റി ചെക്ക് കിട്ടിയ ഒരു സമയം കൂടെയാണ്. അവരെന്ന് പറയുമ്പോൾ അമേരിക്ക ദി തിങ് എന്നുള്ളൊരു ഐഡിയ ആണല്ലോ. പക്ഷെ എനിക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഒരു സ്പോർട്ടിംഗ് ഇവന്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് സൂപ്പർ ബോൾ എന്ന് പറഞ്ഞ പരിപാടി.
അപ്പോൾ ഇവർ നോക്കുമ്പോൾ ആവറേജ് ഒരു വേൾഡ് കപ്പ് മാച്ച് അതിന്റെ മേളിൽ പെർഫോം ചെയ്യുന്നത് ഒരു ആവറേജ് മാച്ച്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ചുമ്മാ നമ്പേഴ്സ് നോക്കിയപ്പോൾ ഇവരാണ് ഈ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ ഭയങ്കര കയറ്റിട്ടല്ലേ, ഭയങ്കരമായിട്ട് ആർക്കും എടുക്കാൻ പറ്റാത്ത പോലെ. അത് എപ്പോഴും അവിടെയുള്ള ഒരു കൾച്ചർ ഉണ്ട്. ഈ ഒരു കോൺസെർട്ട് ഇപ്പൊ ഒരു ടോപ്പ് ആർട്ടിസ്റ്റ് ഒരു കോൺസെർട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും ടിക്കറ്റ് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ ഭയങ്കര റേറ്റിനാണ് കയറ്റി വിടുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ ട്രൈ ചെയ്തു, പക്ഷെ അങ്ങനെ കുറെ ആർട്ടിസ്റ്റിന്റെ ആൾക്കാരില്ലാത്ത അവസ്ഥ ഉണ്ടായി. കാരണം അത്രയും എമൗണ്ട് കൊടുത്തിട്ട് കയറി നമ്മളങ്ങനെ കാണുന്നില്ല. അത് കോർ ഫാൻസ് ചിലപ്പോൾ കയറുമായിരിക്കും, പക്ഷെ അടുത്ത ആർട്ടിസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ കുറവായിരിക്കുമല്ലോ റിലേറ്റീവ്. അപ്പൊ അങ്ങനെ റിലേറ്റീവ്ലി ആളൊഴിഞ്ഞ കോൺസെർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബേസിക്കലി സൂപ്പർ ബോളിനെ കമ്പയർ ചെയ്ത് സൂപ്പർ ബോൾ ആവറേജ് അറ്റൻഡൻസ് ഒരു 70,000 ആൻഡ് ഗ്ലോബൽ വ്യൂവർഷിപ്പ് ഒരു എനിക്കൊന്ന് 125 മില്യൺ ആ റേഞ്ചിലാണ് വരുന്നതെന്ന് കണ്ടത്. പക്ഷെ ഒരു ആവറേജ് ഫിഫ വേൾഡ് കപ്പ് 2026 മാച്ച് ഇനി 80,000 മേളിൽ അറ്റൻഡൻസും 1 ബില്യന്റെ മേളിലാണ് ഈ പറഞ്ഞ വ്യൂവർഷിപ്പും വരുന്നത്. അപ്പോൾ വാസ് എ റിയാലിറ്റി ചെക്ക് ഫോർ. പക്ഷെ നടത്തിപ്പില് ഒരുപാട് കൊണകൾ ഉണ്ടായിരുന്നില്ലേ? ശരിയും ശരിയും ഈ റഫറിനെ പറഞ്ഞു വിട്ട ഈ പ്രശ്നങ്ങൾ ഈ വിഷയം സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. ഇല്ല എടാ ഇത് 3ാമത്തെ സീസൺ നമ്മൾ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു പോയിട്ട് സീസണിൽ 3 2 സീസൺ 3 സെക്കൻഡ് ഹാഫ് അല്ലേ? 2 കൂടി വരാനുള്ളൂ അല്ലേ? സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞപ്പോഴാ ഇവന്മാര് ഇതിനകത്ത് ഹൈഡ്രേഷൻ ബ്രേക്ക് ഒക്കെ കുത്തി കയറ്റി കൊമേഴ്ഷ്യൽസ്. എടാ ഇപ്പൊ ശരിക്കും നീ നോക്കിയാണ് 4 ഹാഫായി, എക്സ്ട്രാ ടൈം കൂടി ചേർത്ത് 6 ഹാഫ്. അതിന് അറ്റൻഷൻ കുറവുള്ള ആൾക്കാരെ പിടിക്കാനും അതല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ആഡ് കയറ്റാൻ കൊമേഴ്ഷ്യലൈസ്ഡ് ആയതിന്റെ അങ്ങനെ ആയാലും ചിലപ്പോ അങ്ങനെ പോയേക്കാം, ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? ഇനി ചിലപ്പോ മറ്റേ 2020 ഗ്രൗണ്ട് ചെറുതാക്കും 100 മീറ്റർ എന്നുള്ളത്. അങ്ങനത്തെ ചില ഫോർമാറ്റുകൾ ഇപ്പോഴേ ഉണ്ട്. 5ഉം 7ഉം ഒക്കെ അല്ലേ? അല്ല അതല്ലാതെ ഉണ്ട്. അപ്പോ ശരിക്കും ഇവര് ഈ നടത്തിപ്പിൽ വന്നേക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറൊരു രാജ്യത്തിന്. ഇപ്പൊ ഖത്തറിലാണ് ഈ കഴിഞ്ഞ സമയത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിന് വേറെ രീതിയിലായിരിക്കും ഇവരുടെ മീഡിയ എടുത്ത് അലക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ ആയപ്പോൾ ഇവർക്ക് ഓക്കെയാണ്. വെസ്റ്റേൺ മീഡിയ ഓൾ തംസ് അപ്പ്. അതില് ഈ പറഞ്ഞ പോലെ സോമാലി റഫറി വിസ നിഷേധിച്ചു, അയാളെ തിരിച്ചുവിട്ടു. പിന്നെ അതുപോലെ ഈ ഒരു യുറുഗൈൻ ടീം വന്നിറങ്ങിയപ്പോ അവരെ എല്ലാരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാഗൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഇറാൻ ടീമിന് എന്താടാ അത്, ഇറാൻ ടീമിനെ ഇതൊന്നും ആരും ഒരു സ്ഥലത്തും ഇല്ല അല്ലേ, ഒന്നിനെ പറ്റിയും പറയുന്നില്ല. ഇറാൻ ടീമിനെ മെക്സിക്കോയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ US നടക്കുന്ന മാച്ചിന് വന്നിട്ട് തിരിച്ചു പോകണം. ഇവർക്ക് പ്രോപ്പറായിട്ട് അതും ഇവർ വരുന്ന സമയത്ത് തന്നെ ഇവരെ ഒരുമാതിരി ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് അവിടുത്തെ എമിഗ്രേഷൻ ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത്. വെറുതെ ചുമ്മാ അവരുടെ കുറെ സമയം കളിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ അവർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ആര് കാര്യമൊന്നുമില്ല. ഇതിപ്പോ ഈ ഇറാൻ US യുദ്ധത്തിന്റെ സംഭവത്തിൽ പോലും ഒരു രാജ്യം ഒരു ബോൾഡ് ഒരു ഇത് ഇവർക്കെതിരെ പറയണില്ലല്ലോ. കയ്യുകൊള്ളാൻ കാര്യക്കാരനല്ലേ? കയ്യുകൊള്ളാൻ കാര്യക്കാരൻ. അവര് ചെയ്യുമ്പോ ടെററിസം അല്ല, അത് എക്സ്ട്രീമിസം, റൈറ്റ് വിങ്. അവര് ലോകത്തെ രക്ഷിക്കാൻ, എന്നിട്ട് ഹോർമൂസ് കടലിടുക്കിലെ കൺട്രോൾ മുഴുവൻ അവർക്ക് വേണം എന്നൊക്കെ പറയാ. അതൊക്കെ ഒരാളും പ്രതികരിക്കാണ്ടിരിക്കുക. 20% പോണവരൊക്കെ അവരുടെ അയൽവക്കം കൂടിയല്ല, എന്നിട്ട് ഇവിടെ നിന്ന് അവർക്ക് ടാക്സ് വേണമെന്ന്. പിന്നെ അവിടുന്ന് വിട്ട് വണ്ടി ഇവിടെ എത്തിയിട്ടില്ല, കപ്പൽ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പ്രൈസ് പെട്രോൾ പ്രൈസ് താഴെ പോകുന്നില്ല. ആ കപ്പലിൽ നിന്ന് പെട്ടെന്ന് തള്ളാൻ പറയും അല്ലേ? അതെ. പിന്നത്തെ ചർച്ച ചെയ്യേണ്ട ചൂടേറിയ വിഷയമാണ് E20 പെട്രോൾ. ശരി, E20 എത്തനോൾ. എത്തനോൾ ഉടനെ ഒരു EV ഓണർ ആവാൻ പോകുന്ന ജോർജോക്ക് ഇതിൽ എന്താണ് താല്പര്യം നിങ്ങൾക്ക് തോന്നും? പക്ഷെ ഇത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് EV-യിലേക്ക് നമ്മള് ഫോഴ്സ്ഡ് ആവുന്നത്. ഡീസലിലേക്ക് എന്തായിട്ട് കലക്കാൻ പോകുന്നുണ്ട്? ഡീസലിൽ എന്നിട്ട് കലക്കാൻ പോണേ സത്യം പറഞ്ഞ ഇത് മാസ്റ്റർ സ്ട്രോക്ക് ആണ്. എല്ലാരും EV എടുത്ത് തുടങ്ങിയ പൊല്യൂഷൻ തന്നെ താഴെ പോയില്ലേ? എന്നിട്ട് ഈ EV-ന്റെ ഒക്കെ മണ്ടയ്ക്ക് ഓരോ സോളാർ പാനലും വെച്ചുവിടുക. EV-യിലുണ്ടായ അത് നന്നായിരിക്കും അല്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ തന്നെ പൊക്കോളൂ. അപ്പൊ മിക്കവാറും ഈ സോളാർ സൂര്യന് ഉപയോഗിക്കണേന് അത് വരണതേ അല്ല, സൂര്യ ഭഗവാൻ പറഞ്ഞൊരു സ്കീം കൊണ്ടുവരും. അതില് നമ്മുടെ അപ്പൊ എന്നിട്ട് ഇവിടെ വർഗീയ ലഹള ഉണ്ടാക്കും. നമ്മുടെ സൂര്യദേവൻ ഉപയോഗിച്ചാണ് ഇവൻ ഇവിടെ. അത് പണ്ട് പച്ചില പെട്രോൾ ഒന്നുമില്ലേ, അത് പച്ചയായിട്ടല്ലേ മുക്കിയത്. അതുപോലത്തെ കുറെ സാധനങ്ങൾ ഇവര് കൊണ്ടുവരും, എല്ലാത്തിലും കൊണ്ടുവരും, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ശരിക്കും EV-യില് ഇപ്പൊ നമ്മുടെ കേരളത്തില് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതിൽ ഒരു നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു. അവര് ടാക്സ് കുറച്ചിട്ടുണ്ടായിരുന്നു. 10 ലക്ഷം വരെയുള്ളതിനോ 2%, 20 ലക്ഷത്തിന് താഴെയുള്ള EV-ക്ക് ഇത് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ മഹീന്ദ്ര പോലത്തെ കമ്പനികൾ വണ്ടിയുടെ വില കൂട്ടി.
വില കൂട്ടിയപ്പോ ചില വണ്ടികൾ ഈ 20 ലക്ഷം സ്കെയിലിന്റെ പുറത്തേക്ക് പോയി. അപ്പൊ ടാക്സ് എക്സംഷനും പോയി. ഇതിൽ ശരിക്കും കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, എല്ലാ കമ്പനികൾക്കും ഒരു ഇതുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് GST എന്തിലെങ്കിലും ഒരു ഇളവ് വേണമെന്നുണ്ടല്ലോ, കമ്പനികൾ വണ്ടിയുടെ വില കൂട്ടും. ആ വില എപ്പോഴും ആ സ്ഥാനത്തിൽ തന്നെ നിൽക്കണേ. അവര് ഞങ്ങളുടെ വണ്ടിയുടെ വില നിങ്ങൾക്ക് ഇത്രയ്ക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ. അതല്ല, അവരും അവരും ഗവൺമെന്റും തമ്മിലുള്ള എന്തെങ്കിലും ഡീലിൽ വരുന്ന പ്രശ്നങ്ങൾ കാരണം. പക്ഷെ ഇത് ഒരു റീജിയണൽ സംഭവം അല്ലായിരുന്നു. അതായത് നാഷണൽ വൈഡ് ഒരു ഇതല്ലല്ലോ. നമ്മുടെ കേരള ബഡ്ജറ്റിൽ വന്ന സ്റ്റേറ്റിന്റെ ടാക്സ് ആയിരുന്നു അത്. അതിലല്ല ഈ കമ്പനിയും വില കൂട്ടിയിട്ടില്ല. മഹീന്ദ്ര മാത്രമാണ് ഇപ്പോ ഇവര് ഇത് പ്രഖ്യാപിച്ചതിന്റെ ഒരാഴ്ച 1-2 ആഴ്ചക്കുള്ളിൽ മഹീന്ദ്ര 2.7 2.5% EVക്ക് വില കൂട്ടി. അങ്ങനെ വില കൂട്ടിയപ്പോ കുറെ നാൾ മുമ്പ് വണ്ടി ബുക്ക് ചെയ്തിട്ട് വണ്ടി കിട്ടാത്ത എനിക്ക് വലിയൊരു ടാക്സിന്റെ ഭാരവും കയറി വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ജോൺ ഇനി വണ്ടി എടുക്കണ്ടെന്നാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത്. കാരണം നല്ല കാര്യം, നല്ലൊരു തീരുമാനം. ഈ വണ്ടി എടുത്തു എന്നുള്ള ലെവലില് എല്ലാരും അറിയേണ്ട തെണ്ടികളെ അറിഞ്ഞു കഴിഞ്ഞു. എല്ലാരും ജോൺ വിളിച്ച് നന്നായി അടിപൊളി എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ എന്തിനാ വണ്ടി എടുക്കുന്നത്? ഞാൻ ചിലപ്പോൾ എടുക്കില്ല. അല്ലേ? അത് ആരെങ്കിലും ചോദിച്ചാ, തൃശ്ശൂർ ആരെങ്കിലും ചോദിച്ചാ പറയാ കൊച്ചിയിലുണ്ടെന്ന് പറയാം, പാലാരോട്ട് ചാർജ് കിട്ടൊക്കെ ഇവിടുന്ന് വെച്ചാൽ വീട്ടിലാന്നും പറയാം. തൃശ്ശൂർ ഈ സംഭവം ഈ E20 ഭയങ്കര ഒരു, അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാലും മറ്റൊരു സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുന്നത് ബ്രസീലില്ലേ, അവിടെ ഇല്ല, ഇവിടെ ബ്രസീലിലോ എവിടെ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ. ഒന്ന് ഇത് കലക്കിയിട്ട് പെട്രോളിന് ഗണ്യമായ രീതിയിൽ വില കുറച്ചിട്ടില്ല. നമ്മൾ ഈ ഒരു സാധനം ചെയ്യണമെങ്കിൽ വണ്ടിക്ക് ഇവര് പറഞ്ഞു വണ്ടിക്ക് മൈലേജ് ഷോർട്ട് ഇവര് സമ്മതിച്ചു. E20 പെട്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് ഷോർട്ട് ആവുന്നുള്ളത് അവസാനം ഗവൺമെന്റ് സമ്മതിച്ചു. പിന്നെ അന്ന് അവര് ഇത് വിളിച്ചു വരുത്തിയിട്ട് പ്രമുഖ വാഹന കമ്പനികൾ എന്ന് പറഞ്ഞിട്ട് 3 പേര് അങ്ങണ്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരും പറഞ്ഞു വണ്ടിയുടെ മൈലേജ് ഷോർട്ട് ആവുന്നുണ്ടെങ്കിലും പാർട്സിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവരുടെ റിട്ടേൺ, ഇവരുടെ മാനുവലിലും ഈ സാധനത്തിലൊക്കെ അതിൽ മാരുതി ഉണ്ടായിരുന്നു തോന്നുന്നു. വന്ന കമ്പനിയിൽ മാരുതി, ഹീറോ ഹോണ്ട, വേറെ ഏതൊരു കമ്പനിയും കൂടി ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ കഴിഞ്ഞ റീല് കണ്ടതാണ്. കേജ്രിവാള് ഇവർക്കൊക്കെ മെയിൽ അയച്ചിട്ടുണ്ട്, ഈ വന്നിരുന്ന കമ്പനികൾ നിങ്ങൾ അവിടെ വന്നിരുന്നു പറഞ്ഞു ഇത് ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഇവർ എഴുതി വെച്ചിട്ടുള്ള സാധനത്തില് ഈ 2023 ഇതിനു മുമ്പുള്ള വണ്ടികൾക്ക് E20 കോമ്പാറ്റബിൾ അല്ല, പാർട്സിന് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് അവർ എഴുതി. അപ്പൊ ഇയാള് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇൻ റിട്ടേൺ ഒരു സാധനം ഇറക്കും. അത് മാസ്റ്റർ സ്ട്രോക്ക് ആണ്. പഴയ വണ്ടികൾ ഒഴിവാക്കാനുള്ള മാസ്റ്റർ സ്ട്രോക്ക്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കണില്ല. പഴയ വണ്ടി അപ്പൊ എന്ത് ചെയ്യും? ഈ 23 വണ്ടി എടുത്ത് കൊടുക്കണം. 23 എടുത്ത് എന്നിട്ട് അതിനകത്തുള്ള ഈ സോളാർ പാനൽ ഇടാൻ പറ്റുന്ന ചില ചിപ്പുകളൊക്കെ ഉണ്ട്. അത് മാറ്റിയിട്ട് ബാറ്ററി വെച്ചിട്ട് ഫ്രണ്ട് എഞ്ചിൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യുക? അതുകൊണ്ട് നമ്മൾ കൂടുതൽ സോളാർ പാനൽ ഉണ്ടാക്കും. മനസ്സിലായോ? ഇതൊക്കെ മാസ്റ്റർ സ്ട്രോക്ക് മനസ്സിലാക്കാനുള്ള സാധാരണ ബുദ്ധി നമ്മുടെ ജനങ്ങൾക്ക് ഇല്ലാത്താണ് ശരിക്കും പറഞ്ഞു പ്രശ്നം. ചില ഇന്റർവ്യൂകളിൽ ഇപ്പൊ അടുത്തൊരു നല്ലൊരു, അതും റീലാണ് കാണുന്നത്, ഫുൾ ഇന്റർവ്യൂ കാണാനുള്ള ക്ഷമ നമുക്കില്ലല്ലോ. ഫുട്ബോൾ ചെറുതാക്കിയാന്ന് പറയുമ്പോഴും ഗഡ്കരേനെ ഇരുത്തി, നിതിൻ ഗഡ്കരിയുടെ അടുത്ത് ഒരു ലേഡി ഇരുന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതില് നിങ്ങൾ പെട്രോളില് ഇത് ചെയ്തു, അല്ല E20 ആക്കി, അവിടെ E85 വരാൻ പോകുന്നുണ്ട്. വേഗണർ E85 ഇറക്കിയ പിറ്റേ ദിവസം എങ്ങനെ വണ്ടി ഇറക്കിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. E85 കംപ്ലൈന്റ് ആയിട്ടുള്ള വണ്ടിയോ? കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടി, അത് എന്ത് ഫ്ലക്സ് ഫ്യൂൽ വണ്ടി എന്ന് പറഞ്ഞിട്ട് അവര് വേഗണർ ഇറക്കിയിട്ടുണ്ട്. വില കൂടുതലാ. 85 ഇതില് ഓടിക്കാൻ പറ്റും. E85 ഒഴിച്ചിട്ട് ഓടിക്കാം. ഡൽഹിയില് ഇപ്പൊ എവിടെയോ കുറെ സ്ഥലത്ത് ഇത് പരീക്ഷിക്കുന്നുണ്ട്. നല്ല കാര്യം. അങ്ങനെ എല്ലാ മാനുഫാക്ചേഴ്സിനും അത് ചെയ്യാനുള്ള ഒരു സമയം, ആൾക്കാർക്ക് അത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാതെ എങ്ങനെയാണ് ഇത്? വേണ്ട, ഞാൻ പറയട്ടെ, ഓപ്ഷൻ കൊടുക്കാൻ. അതായത് എന്റെ വണ്ടിയിൽ എനിക്ക് നല്ല പെട്രോൾ അടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവൻ കാശ് കൊടുത്ത് അടിച്ചോട്ടെ. മാസ്റ്റർ സ്ട്രോക്ക് അതടിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നിനക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് ഗവൺമെന്റിന് കൂടുതൽ കാശ് കിട്ടും. ഇപ്പൊ കുറെ ആൾക്കാർ ടാക്സ് വെട്ടിക്കും അല്ലേ? പക്ഷെ അത് ഇവർക്ക് പെട്രോൾ അടിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ആ ടാക്സ് ഗവൺമെന്റ് കിട്ടില്ലേ? മാസ്റ്റർ സ്ട്രോക്ക്. നല്ല സ്ട്രോക്ക്, അത് ഭയങ്കര സ്ട്രോക്കാ. പിന്നെ പഴയ വണ്ടികൾ അങ്ങ് കേടൊന്ന് പോട്ടെ, അത് സ്ക്രാപ്പ് ചെയ്യും, പുതിയ വണ്ടികൾ എടുക്കും, കൂടുതൽ ടാക്സ്. മാസ്റ്റർ സ്ട്രോക്ക്. ഇതില് ഈ പെണ്ണ് ഇവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിതിൻ ഗഡ്കരിയുടെ മകന് എത്തനോളുടെ കമ്പനി ഉണ്ട്, അവന് 5 കോടി സംതിങ്ങിന്റെ ലാഭം ഉണ്ടായിരുന്ന കമ്പനി ഇത്ര കോടി ലാഭം ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് പറഞ്ഞു. പറഞ്ഞ വഴി ഗഡ്കരി പറയുന്നത്, എനിക്ക് നിങ്ങൾക്കെതിരെ ഇപ്പൊ ഡിഫാമേഷന് കേസ് കൊടുക്കാം, ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന്, ഇത് ഗൂഗിളിൽ കിടക്കുന്നതാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്ക് എന്റെ മകന് ഇത്ര 5-10 കമ്പനികളുണ്ട്, അല്ല എത്രയുണ്ട് കമ്പനികളുണ്ട്, അതിലത്തെ 10% റവന്യൂ ആണ് ഈ എത്തനോൾ ഇതിൽ നിന്ന് വരുന്നത്. അത് ഇവര് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടിയിട്ടുള്ള പ്രോഫിറ്റ് അല്ല ടേൺ ഓവർ ആണ് പറയുന്നത് ഒക്കെ പറഞ്ഞിട്ട് അയാള് അതിന് ഇതിന്റെ അവസാനം വേറൊരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു, ഗഡ്കരി പെട്രോളിയം മിനിസ്റ്റർ അല്ല, പിന്നെ താങ്കൾ എന്തിനീ എത്തനോൾ കലക്കാൻ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത്?
ചോദ്യം ന്യായമായ ചോദ്യം. പുള്ളിയുടെ വകുപ്പ് ഏതാ ശരിക്കും? എനിക്കറിയില്ല. ഹൈവേസ് പൊതുമരാമത്ത്. എന്താണ് ഈ പെട്രോൾ അടിച്ച വണ്ടിയൊക്കെ ഏത് കൂടെ ഓടേണ്ട റോട്ടിൽ കൂടെ അല്ലേ? പറഞ്ഞു വരുമ്പോ പെട്രോളിയം മന്ത്രിയുടെ അല്ല ഇത് ആരാ? ഉബയാണോ? പുള്ളിയല്ല, സുരേഷ് ഗോപിയാ. SG അല്ല, SG അല്ലല്ല. ഇവിടെ മെട്രോ വന്നില്ലെങ്കിലും എയിംസ് വന്നില്ലെങ്കിലും E25 കൊണ്ടുവന്നില്ല, അല്ലെ E20 കൊണ്ടുവന്നില്ല. നല്ലതാ. അപ്പോൾ ശരിക്കും പറഞ്ഞാല് മൂവ് നല്ലതായിരിക്കാം, പക്ഷെ അറ്റ് ദ സെയിം ടൈം അതിനു വേണ്ടിയുള്ള എത്തനോൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോക്കൺ റൈസ് ആൻഡ് ഷുഗർ കെയിൻ. അപ്പൊ ഇവര് പറഞ്ഞ ബ്രോക്കൺ റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കേടൊന്നൊക്കെ വേറെ യൂസ് ആൽക്കഹോൾ തന്നെയല്ലേ? ആൽക്കഹോൾ കുടിക്കാൻ പറ്റുന്ന ആൽക്കഹോൾ അല്ലേ? ഐഡിയലിയാണ് പറയുമ്പോ അതാണ്, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കുടിക്കാൻ വേറൊരു പ്രോസസ്സാണ്. ഇത് ചിലപ്പോൾ ഡോട്ടൊക്കെ ചെയ്തിട്ട് ഇത് വേറെ സാധനമാണ്. ഇത് പെട്രോൾ എടുത്ത് കുടിച്ചാൽ എന്താവും അറിയില്ല. അല്ലടാ, ഞാൻ ഈ 100 ഒക്കെ ഒന്ന് ചിലപ്പോ വർക്ക് ഇതില് എത്തനോളിന്റെ കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റ് പോലെ ഇതിൽ ചെയ്തിട്ടേക്കണ കുറെ വീഡിയോ ഉണ്ട്. വേറെ ഒന്നുമില്ല, ഈ എത്തനോൾ എന്ന് പറയുന്ന സാധനം പെട്രോളായിട്ട് അല്ല വെള്ളമായിട്ട് മിക്സ് ആവും, പെട്രോൾ ആവില്ല. അപ്പോ അവര് ചെയ്യണത് ഇതിന്റെ എന്തോരം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് പെട്രോൾ മേടിച്ചിട്ട് അതില് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുള്ള വെള്ളം പെട്രോളിൽ ഒഴിക്കും, എന്നിട്ട് നല്ലപോലെ കുലുക്കും. അപ്പൊ തന്നെ സെപ്പറേറ്റഡ് ആവും. ജസ്റ്റ് കുലുക്കി കഴിയുമ്പോ എത്തനോൾ മിക്സ് ആയിട്ടുള്ളത് താഴെയും കിടക്കും, പെട്രോൾ മുകളിലും. ഇപ്പൊ വാറ്റണ്ട, ഒന്നും വേണ്ട, പെട്രോൾ. എന്റെ ആദ്യത്തെ ചോദ്യം എത്തനോൾ അതിൽ നിന്ന് ഇങ്ങനെ മാറ്റി എടുക്കാൻ പറ്റും. നീ ആലോചിക്കും, 100-110 രൂപയ്ക്ക് നിനക്ക് ലിറ്റർ കിട്ടും. അതില് 110 രൂപയ്ക്ക് ലിറ്റർ മേടിച്ചാൽ 40%-70% സാധനം കിട്ടും. നീ 5000-6000 കൊടുക്കേണ്ട അടുത്ത് 1500-1200 കൊടുത്താൽ നമ്മുടെ അവിടെ ഒരു നല്ല സാധനത്തിന് ഇല്ല. നീ പറഞ്ഞ പോലെ ഈ ആബ്സിന്റ് എന്നൊക്കെ പറഞ്ഞ് അല്ല, എനിക്കറിയില്ല ഇത് 100 കിട്ടില്ലേ ഇതില്. അത് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അതങ്ങനെ വേർതിരിച്ചെടുത്ത് അടിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ എടുത്ത് അടിക്കും. നമ്മളവിടെ മറ്റേ ഇതുണ്ടായിരുന്ന സമയത്ത്, കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് സാനിറ്റൈസറിൽ ആൽക്കഹോളിന്റെ എവിടെയോ കണ്ടിട്ട് ഉറപ്പല്ലേ അടിച്ചിട്ടുണ്ട് ആൾക്കാര്. ഇത് ഈ രാത്രി അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കുപ്പി എടുക്കണം എന്നുള്ള മൂഡ് വരുമ്പോ എനിക്കത് പെട്രോൾ ടാങ്കോ അല്ലെങ്കിൽ അതിന്റെ വാൽവൊക്കെ ഈ പറഞ്ഞ പോലെ കേസൊക്കെ ഇട്ട് പൂട്ടിയൊക്കെ വരും, അല്ലെങ്കിൽ ആൾക്കാർ റോട്ടിൽ ഇറങ്ങിയിട്ട് ഊറ്റാൻ തുടങ്ങും. കുറച്ച് പെട്രോൾ മേടിച്ചിട്ടൊന്നും വേർതിരിച്ച് നോക്കാം അല്ലേ? കുടിച്ചു നോക്കാനല്ല, വെറുതെ മണം നോക്കാൻ. ഇത് മണക്കതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതെന്ന് പറഞ്ഞാൽ ഈ 2 സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ഹെവി ആണ് ഈ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ഇത്രയും വലിയ സ്കെയിലിൽ ഇത് ഉത്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ഒക്കെ എഫക്ട് ആണ്. അപ്പൊ അതൊരു പൊല്യൂഷന്റെ കാര്യം എനിക്കറിയില്ല. ഇതിന്റെ കാര്യം ഞാൻ ഒരു കൺസേൺ ഒരു എക്സ്പെർട്ട് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. വേറൊരു ഒരുത്തനൊരു ഈ എത്തനോൾ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയുടെ അവിടെ പോയിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പൊല്യൂഷൻ, അവിടുത്തെ ചെടികളും ഇതൊക്കെ ഭയങ്കര കരി പിടിച്ചിരിക്കുന്നതും അങ്ങനത്തെ ഒരു സാധനം. ഇതൊക്കെ എന്തൊക്കെയാ ഉള്ളത് എന്തൊക്കെയാ ഇല്ലാത്തതെന്ന് നമുക്കറിയില്ല. നമ്മളെ ഡയറക്റ്റ് എഫക്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇതിനെ കുറിച്ച് പൊള്ളുള്ളൂ അല്ലേ? എല്ലാ കാര്യവും അല്ലേ? ഏത് കാര്യം എടുത്താലും ഏത് കാര്യം. ഇപ്പൊ നീ അന്ന് പറഞ്ഞ പോലെ റോട്ടിൽ ഇറങ്ങി ഫുട്പാത്തിൽ കൂടെ നടക്കണോനെ അറിയുള്ളൂ മഴവെള്ളം തെറിപ്പിക്കുമ്പോ ആണ് ആള് ബുദ്ധിമുട്ട് അറിയുള്ളൂ. എത്ര സ്പീഡിൽ വണ്ടി ഒന്നും വേണ്ട, നീ ചുമ്മാ ഫുട്പാത്തിൽ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് അത് കൂടെ നടക്കുന്നവനെ അതിന്റെ വിഷമം അറിയുള്ളൂ. അതുപോലെ ഒരു മാൻഹോൾ കവറിങ് ഇല്ലാത്ത സാധനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നടന്നു തുടങ്ങുമ്പോഴാണ് അതൊക്കെ അറിയുന്നേ. നീ നടക്കാൻ തുടങ്ങിയപ്പോഴല്ലേ കൊച്ചിയിൽ ഫുട്പാത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാർ എന്തോരം നടന്നേനെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു കാര്യം തോന്നിയിട്ടുള്ളതാ. നമ്മുടെ നാട്ടില് പൊതുവേ നമ്മുടെ കൾച്ചറിൽ എന്ന് പറയാം, ഇപ്പോ നീ നടന്നാണ്, നീ കല്യാണത്തിന് നടന്നാണ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആൾക്കാർ എന്റെ കയ്യിൽ പൈസ ഇല്ല അല്ലേ? നീ ഒരിടത്ത് നടന്നു ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ടായിരുന്നടാ. ഇന്ന് നടന്നു ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫിറ്റ്നസ്. നിന്റെ കയ്യിൽ കാശുണ്ട്, നീ അത് തികച്ചും നീ നല്ലൊരു കാറ് മേടിച്ച് പുറച്ചിലിട്ടിട്ട് നീ നടന്നു ചെന്നാ പ്രശ്നമില്ല. അതാണ് അപ്പൊ നീ ഫിറ്റ്നസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ ഹിമാലയം കയറി കഴിഞ്ഞാൽ സിംപ്ലിസിറ്റിയാണ്. അവൻ റോഡ് സൈഡിലെ ചായ കടയിൽ ചായ കുടിച്ചാൽ അത് പാവും. റിൻഷ ചായ കുടിച്ചത് എങ്ങനെയെന്ന് ആൾക്കാർ ചോദിക്കാം. ഇവൻ എങ്ങനെ ചായ കുടിച്ചു? അത് റൊമാൻറ്റിസൈസ്ഡ് ആണ്, ഇത് ലുക്ക് ഡൗൺ അപ്പോൺ ആണ് അല്ലേ? അപ്പൊ നമ്മള് ഓരോ കാര്യങ്ങളിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണേ എന്നുള്ളത്. ഡെഫിനറ്റ്ലി. അല്ലടാ, അപ്പൊ ഇവര് പെട്രോൾ അടിക്കണില്ലേ ഉണ്ടാവില്ലേ? ആര്? അല്ല, ഇപ്പൊ ഈ ഇവരൊക്കെ യൂസ് ചെയ്യണവര് എടാ അങ്ങനെ കയ്യിൽ ഏത് നീ പറഞ്ഞ ഈ മന്ത്രി മുഖ്യന്മാരൊക്കെയാണോ? അവരപ്പ വണ്ടി മാറ്റിക്കോളും. പിന്നെ അവര് മാറ്റണം, അവർക്ക് ഗവൺമെന്റ് മാറ്റി കൊടുക്കില്ലേ? പിന്നെന്താ? അപ്പൊ ഈ പറഞ്ഞു വന്നപ്പോഴാ, അതായത് എനിക്ക് ഈ
പ്രൊട്ടസ്റ്റിന് പോകുന്ന ആൾക്കാർ ഇപ്പൊ ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോനം വാങ്ചുക് നമ്മുടെ വാങ്കുടു അവിടെ 15 ദിവസം എത്ര ദിവസമായിട്ട് പട്ടിണിയാണ്. അപ്പോൾ 3 Idiotsലെ ഒന്നാമത് ഞാൻ പറയും, അത് ഇപ്പോൾ നമ്മളെ ഡയറക്റ്റ് അഫക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് അതിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് അവിടെ ചെന്നിരിക്കാനും പ്രൊട്ടസ്റ്റ് ചെയ്യാനും ആ ഒരു മനസ്സുണ്ടല്ലോ, നിന്നെ കൊണ്ട് പറ്റുമോ? നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കണ്ടാവോ? പോയിണ്ടാവില്ലേ? ശരിയാണ്. ചോദ്യത്തിന് നിന്നെ കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടാൻ പറ്റൂ? എങ്ങനെ? ആ ഒരു നിന്റെ ഡയറക്റ്റ് ഇഷ്യൂ അല്ല, പക്ഷെ നീ ഇറങ്ങി ചെന്ന് അവർക്ക് വേണ്ടിയിട്ട്. എനിക്കറിയില്ല, വൺസ് നമ്മള് മറ്റേ ഇവൻ പറയണല്ലോ, വൺസ് ഇന്നായി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് അതിലൊരു പാഷൻ ആയിക്കോളല്ലേ. പിന്നെ പക്ഷെ ഇല്ല, ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ 3 Idiots എന്ന് പറഞ്ഞ സിനിമ ആൾക്കാർ റൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ്. അമീർ ഖാൻ പ്ലേ ചെയ്ത സോനം വാങ്ചുക്. 3 Idiotsൽ എന്തായിരുന്നു പേര്? ഫുൻസുക് ബാങ്കുഡു. അദ്ദേഹം ഇന്ന് ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആളവിടെ ജന്തർ മന്ദറില് നിരാഹാരത്തിലാണ്. എത്ര ആളുടെ കുറെ ആവശ്യങ്ങൾ ആൾ എഴുതിയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിലൊന്ന് ഫസ്റ്റ് കാര്യം ആളൊന്ന് കേൾക്കാനാ പറയണത്. ഇത് പരിഹരിക്കുന്നതിന് മുമ്പ് ആള് പറയണത് കേൾക്കാനൊരു ഇതാണ് പറയണത്. അപ്പോ അങ്ങനെ ഒരു സയന്റിസ്റ്റ് അവിടെ കിടന്ന് ഒരു പുള്ളി ഈസ് മേജർലി അബൌട്ട് ലഡാക്ക്. അവിടെ സിക്സ്ത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ 6th ഷെഡ്യൂളിന് താഴെ കൊണ്ടുവരണം ലഡാക്കിനെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് പവർ മോർ ടു ദ ലോക്കൽ പീപ്പിൾ, അല്ലെങ്കിൽ അവിടുത്തെ ട്രൈബ്സ്, അവർക്ക് തന്നെ ഒരു ഓട്ടോണമി വരുന്ന രീതിയിൽ അവരുടെ ലോസ് ചെയ്യാനും അവിടുത്തെ റിസോഴ്സസ് മാനേജ്മെന്റും അവർക്ക് അങ്ങനെ, അതായത് ദേ നോ ദെയർ, നമുക്ക് എന്താണ് വേണ്ടത് നമുക്കറിയാം, അത് നമുക്ക് ബെറ്റർ മാനേജ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഐഡിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് ലാൻഡ് മേടിക്കാനോ അക്വയർ ചെയ്യാനോ പറ്റില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ധർമ്മേന്ദ്ര പ്രധാൻ, യൂണിയൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ നീറ്റിന്റെ കെട്ടിക്കാര്യസ്ഥതയിലുണ്ടായ അതിനെതിരെ തുടങ്ങിയതാണ് ഈ പ്രൊട്ടസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വെറുതെ വല്ലയിടത്തൊക്കെ എഴുതിയിട്ടാ മതി പ്രതികരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റണ പോലെ പ്രതികരിക്കുക. എല്ലാ പ്രസ്താവനയും പിൻവലിച്ചിരിക്കുന്നു. ഇത് തമാശക്ക് പറഞ്ഞാണ്, ഇത് തമാശ പരിപാടി. ഞങ്ങള് ഫിക്ഷനൊക്കെ പറയും അല്ലേ? അല്ലെങ്കിൽ ഇടി വന്ന നമ്മുടെ കയ്യിലൊന്നുമില്ല. ഈടിക്കുന്നതാണോ ഇവനൊക്കെ എങ്ങനെ ചെയ്യും? നേരെ ഒന്ന് പോക്കറ്റ് കൈയിട്ടൊക്കെ ചെയ്തില്ലേ? ഈടൊന്നും തപ്പണ്ട. ഇവനൊക്കെയാണ് നമ്മുടെ GDP. ഓക്കെ, അപ്പൊ നമ്മൾ ഫിഫ വേൾഡ് കപ്പിലോട്ട് തിരിച്ചു വരാം അല്ലേ? ഫിഫ വേൾഡ് കപ്പിലോട്ട് തിരിച്ചു വരാൻ ഇത് വേൾഡ് കപ്പ് പറയാന്ന് പറഞ്ഞപ്പോ ഞാൻ കളി കാണാണ്ട് വേൾഡ് കപ്പിനെ പറ്റി പറയുന്നത് വളരെ മോശമാണ്. ഞാനൊക്കെ കണ്ടിട്ടുള്ള കളികളെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ട് ബ്രസീല് റോബർട്ടോ കാർലോസ് ഒക്കെ കളിച്ച കളി വല്ലതും കണ്ടിട്ടുണ്ട്. അന്നൊക്കെ പിന്നെ ഭയങ്കര ആവേശം ഉണ്ടായിരുന്നു കേട്ടോ. ആവേശം നമ്മള് ഫോളോ ചെയ്യാത്തതിന് ആവേശമില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമല്ലേ? കുറെ ആൾക്കാര് ഈ പറഞ്ഞ പോലെ പിന്നെ ഫുട്ബോളിനെ പറ്റി പറയുമ്പോ നമ്മുടെ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു ഭയങ്കര വിപ്ലവം ഇത് വരുന്ന ഒരു മിനർവ രഞ്ജിത്ത് ബജാജ്. ശരിക്കും പറയാം, മിനർവ പറയുന്നതിന് മുമ്പ് രഞ്ജിത്ത് ബജാജിനെ മെൻഷൻ ചെയ്യുന്നത്. പുള്ളി കുറെ നാളായിട്ട് ഭയങ്കര വോക്കലാണ്. ആൻഡ് പുള്ളി ഗവൺമെന്റിനെ റാറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഗവൺമെന്റിനെ ആൻഡ് അസോസിയേഷനെ എപ്പോഴും അസോസിയേഷന്റെ അകത്തുള്ള പൊളിറ്റിക്സും പരിപാടികളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇതാണ് ആള് ഈ അസോസിയേഷനിലെ ഏതോ പോസ്റ്റിൽ ഇരുന്നുണ്ട്. അപ്പൊ ആള് ഇരുന്ന സമയത്ത് ആള് മറ്റേ ഇയാളുടെ പോഡ്കാസ്റ്റിൽ എന്തോ പറയുന്നതാണ്. അപ്പൊ അതില് ഫണ്ട് ഒന്നേത് ഇതിന് ഫണ്ടില്ല. ഇപ്പൊ നമ്മള് ക്വാളിഫൈ ചെയ്യാണ്ട് പുറത്തായില്ലേ, അതില് എനിക്ക് തോന്നുന്നു കോച്ചിനെ പറഞ്ഞു വിട്ടപ്പോ അത് കോൺട്രാക്ടിനെ ബ്രീച്ച് ചെയ്യുന്ന സംഭവമായിരുന്നു. 3 മാസത്തും കഴിഞ്ഞ ഈ കോച്ച് തന്നെ പോണ്ട കോച്ചാ. ആ കോച്ചിനെ പറഞ്ഞു വിട്ടപ്പോ കൊടുക്കേണ്ടി വന്നത് 6 കോടി. ഈ 6 കോടി എന്ന് പറയുന്നത് നമ്മുടെ ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ടാണ്. അത് കട്ടായിട്ട് പിന്നെ ഇയാൾ ഈ അസോസിയേഷനിൽ ഇരുന്ന സമയത്ത് ആള് പറയാ ഒരു പേയ്മെന്റ് പോയിരുന്നാണ് 25 ലക്ഷം രൂപ. എന്തിനാന്ന് വെച്ചപ്പോ ഒരു ജോത്സ്യന് കൊടുത്തിട്ടുള്ള കാശാ. അപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ആള് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ അസോസിയേഷൻ. ആള് ഇപ്പോഴും പറയുന്നത് ഈ വേൾഡ് കപ്പിന്റെ ഇടയിലാണ് AFF അവര് മീറ്റിംഗ് കൂടിയിട്ട് അവര് തീരുമാനിച്ചു നമുക്ക് നല്ല ടീമില്ല, പേര് മാറ്റാം. തീരുമാനം എടുത്തതാണ്, നമുക്ക് അസോസിയേഷന്റെ പേര് മാറ്റാന്ന്. അതെ, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതല്ല ചെയ്യേണ്ടത്. അല്ല, പക്ഷെ ഇയാള് നല്ല പണിയിട്ടുണ്ട്. ബജാജ് ഭയങ്കരമായിട്ട് നമുക്കറിയില്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ കളി കാണുന്നു. ശരി, എനിക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് ഒരു ഹോപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈം ലൈനിൽ വന്നപ്പോ ഫോളോ തുടങ്ങുന്ന സമയത്തല്ല, ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്ന സമയത്ത് കുറച്ചൊരു ഹോപ്പ് തോന്നിയത് Under-17 വേൾഡ് കപ്പ് വന്നല്ലോ. ആ സമയത്ത് ഇവരൊരു
ഈ നല്ലൊരു ടീമിനെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ അണ്ടർ-17 വേൾഡ് കപ്പിന് വേണ്ടി മാത്രം. അപ്പം അതിൽ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജ് കടന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ അതിൽ ഇന്ത്യ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ആ മാച്ച് ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട്. ഗോൾ അടിച്ചപ്പോൾ ഭയങ്കര ആവശ്യം. എന്നിട്ട് അവർ ആ ടീമിനെ എടുത്തിട്ട് ഇന്ത്യൻ ആരോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഐ ലീഗാണ് ഐ ലീഗിൽ ഒരു ടീമായിട്ട് രജിസ്റ്റർ ചെയ്ത്. അപ്പം അതിന്നാണ് നമ്മുടെ രാഹുൽ KP ഒക്കെ ആ ഒരു ജനറേഷൻ ഓഫ് പ്ലേയേഴ്സ് അങ്ങനെ വന്നത്. അവർക്കൊരു ക്വാളിറ്റി ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർഡ് ടു. ഇയാള് പറഞ്ഞിട്ടുള്ളത് ഒളിമ്പിക് മെഡലും അതായത് ടീമിനെ ട്രെയിൻ അണ്ടർ 15 ടീമിനെ എനിക്ക് തരൂ. ആളുടെ കയ്യിലൊരു ടീമുണ്ട്. ആള് പറയുന്നത് ആ ടീം മിനർവ എന്ന് പറയുന്ന ഇതുണ്ട്. അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പൊ ഏതാ ഒരു ലീഗ് അവര് ഹെൽസിങ്കി, അത് ഒരു യൂത്തിന്റെ ഇതിൽ ഏറ്റവും ഒരു വലിയൊരു ലീഗാണ് അത്. അതിൽ ഇവരൊക്കെ അടിച്ചേക്കുന്നത് ഡസൻ കണക്കിന് ഗോൾ അടിച്ചിട്ടുണ്ട് എല്ലാ കളിയിലും. അപ്പൊ നമ്മുടെ പിള്ളേര് മോശം. അത് അതിൽ ഏറ്റവും രസം അതിൽ കൺസീവ് ചെയ്തത് ഭയങ്കര കുറവാന്നുണ്ട്. 1-2 ഗോളം കണ്ട മേടിച്ചിട്ടുള്ളൂ. അപ്പൊ അത്രയും ഇതായിട്ട് ആള് ഫുൾ എഫർട്ട് ഇടുന്നുണ്ട്. ആള് റീലിൽ വന്ന് ഇങ്ങനെ കൈകൂപ്പി പറയുന്നുണ്ട് എന്നെ പ്രസിഡന്റ് ആക്കണ്ട, നിങ്ങൾ എനിക്കൊരു ഇത് എന്നെ കൊണ്ട് ഇത് പറ്റും. ഫണ്ടിങ് അതിന് എനിക്ക് അതിൽ മനസ്സിലാകാത്ത കോർപ്പറേറ്റ് ഫണ്ടിങ്ങും വരണില്ല അതില് ഈ പറഞ്ഞ പോലെ ക്രൗഡ് ഫണ്ടിങ്ങാ. ആള് ഇങ്ങനത്തെ ഒരു ഇതിന് പോകുന്നുണ്ട്. നമുക്ക് അച്ചീവ്മെന്റ് ടാർഗറ്റ് ഇത്ര 1 കോടി ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ മറ്റേ ഇതിന് പോകാൻ വേണ്ടിയിട്ട്. അതില് ആൾക്കാരെല്ലാരും കൂടി ഫണ്ട് ചെയ്യുന്നു. അത് 1 കോടി എത്തി. ആള് പറയണ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തില് എപ്പോഴും നമ്മള് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴാണ് കാശ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അച്ചീവ് ചെയ്തിട്ട് വൈഭവ് സൂര്യവംശിക്ക് ഇപ്പൊ കുറെ കാശ് ഇവര് കൊടുക്കുന്നുണ്ട്. അത് വ്യത്യാസമാണ്. അത് ഓൾറെഡി കാശും ഫണ്ടിങ്ങും ഉള്ളൊരു സീനില് പുതിയ വന്ന ഒരാളല്ലേ പുതിയൊരു എക്സൈറ്റിംഗ് ടാലന്റ്. ആള് പറയുന്നത് അത് ആ കാശ് നിങ്ങൾ വേറൊരു സ്ഥലത്ത് ഇത് ഗ്രാസ് റൂട്ട് ലെവലിൽ കൊണ്ടുവരുന്ന സ്ഥലത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12 വൈഭവ് സൂര്യവംശിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതാണ് നിങ്ങൾ ഏറ്റവും എൻഡിൽ കൊണ്ടു കൊടുക്കേണ്ടത്. നിങ്ങൾ വൺസ് അത് ബൂട്ടി അങ്ങാണ്ട് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ നമ്മൾ എവിടെയെങ്കിലും എത്തിയാലാണ് അവര് നിങ്ങൾക്ക് കാശ് തന്നു തുടങ്ങുള്ളൂ, ഫണ്ട് ചെയ്ത് തുടങ്ങുള്ളൂ, സ്പോൺസർ തന്നു തുടങ്ങുള്ളൂ. അത് എത്തണോടത്തേക്കാണ് ശരിക്കും കാശ് വേണ്ടത്. ഇതിലാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതൊക്കെ ഇവര് കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഫുട്ബോളിന് നമ്മുടെ അവിടെ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്ന് കൊമേഴ്ഷ്യൽ കൊണ്ടുവരാൻ ക്രിക്കറ്റിന് ഒരു ഓവറിൽ ബ്രേക്ക് ഉണ്ട്. ഇതിലെല്ലാം പരസ്യം വരും. ഹൈഡ്രേഷൻ ബ്രേക്ക് കൊണ്ടുവരണം. 10 മിനിറ്റിൽ ഓടുന്നാലും നടക്കുമെന്ന് അറിയില്ല എന്താ. പക്ഷേ ഫുട്ബോൾ ഇങ്ങനൊരു ഗെയിം ആയിട്ടും ഫിഫ അല്ലേ ഏറ്റവും കൂടുതൽ കാശുള്ള ബോഡി. ആ ഒരു നീ എടുത്തോ BCCI അതിന്റെ താഴെ വരുള്ളൂ. ആണോ? ആയിരിക്കും. എങ്ങനെ ഒന്നല്ലായിരിക്കും. ഫിഫയുടെ കയ്യിലാണ് കാശ്. കാശ് മാത്രല്ല പവറും. പവറോ? അപ്പൊ ട്രംപ് വിളിച്ചിട്ട് റെഡ് കാർഡ് മാറ്റിട്ടാ. ട്രംപിന് റെഡ് കാർഡ്. അമേരിക്കയുടെ ഈ സെൽഫ് അപ്പോയിന്റഡ് ഈ ലോക രക്ഷകരാണ്. ഇവിടെ ഏലിയൻസ് വന്നാല് നിങ്ങളെ രക്ഷിക്കുന്ന അമേരിക്കക്കാരൻ. അവരുടെ നേതാവ് വരെ പ്രസിഡന്റ്. അപ്പൊ ആ പ്രസിഡന്റ് ആയിട്ടാണ് ഇയാൾ ഡീൽ ചെയ്യണേ. ആ പവർ മനസ്സിലാക്കണം. ഫിഫയുടെ ആള് നിനക്ക് അങ്ങനെ ആരോ പറഞ്ഞ സാധനം തന്നെയാണ്. ഇയാള് വിചാരിച്ച ഏത് രാഷ്ട്രത്തലവനെ വേണേലും മീറ്റ് ചെയ്യാം. അങ്ങനെ പവറുള്ള ഒരാളാ. ഫിഫയുടെ ആസ് എൻ ഓർഗനൈസേഷൻ അത്ര പവറുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ആ റെഡ് കാർഡ് ഓവർടേൺ ചെയ്ത സാധനം എത്രണ്ണം ചെയ്തു? ഇയാളുടെ എന്താണ് ബലോഗൻ, അമേരിക്കയുടെ സ്ട്രൈക്കർ ആയിരുന്നു തോന്നുന്നു. പുള്ളിക്കാരൻ ഇയാൾക്ക് ചെയ്ത സാധനം വിളിച്ചു ഈ സാധനം എന്താണെന്നറിയില്ല. ഞാൻ വിളിച്ചു പറഞ്ഞ റെഡ് കാർഡ് എടുത്ത് മാറ്റാം. പുള്ളി എനിക്ക് ഈ ഗെയിം നന്നായിട്ട് അറിയാം. ഇതാണ് പുള്ളി ആദ്യം പറഞ്ഞത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എപ്പോഴും ഇത് റെഡ് കാർഡ് അല്ലേ മാറ്റി. ഇത് മലയാളി ട്രിപ്പല്ലേ മാറ്റാൻ പറഞ്ഞു. മാറ്റി. എന്തൊരു ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ഉള്ളതാണ്. അതവന്മാര് അലമ്പ്. അതുപോലെ പറയപ്പെടുന്നത് അത് മെസ്സിയെ ഫേവർ ചെയ്യുന്നു പറഞ്ഞ അലഗേഷൻ കുറെ നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഖത്തർ വേൾഡ് കപ്പ് തൊട്ടുണ്ട്. അത് ചിലപ്പോൾ അതിന് മുന്നേ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവിടെ ഭയങ്കര പ്രോമിനന്റ് ആയിരുന്നു. മെസ്സിക്ക് വേണ്ടി ഉണ്ടാക്കിയ കപ്പ്. ഇത് മെയിനായിട്ട് പറയുന്ന ആൾക്കാർ ക്രിസ്ത്യാനോന്റെ ആൾക്കാരാണെന്നുള്ളതാണ്. റൊണാൾഡോ അത് ഏറ്റവും രസമായിട്ട് അതിന്റെ ഏറ്റവും രസമുള്ള റീല് വരുന്നത് വെട്ടിയാറ് എല്ലാ പ്രാവശ്യവും അർജന്റീനക്ക് എതിരെ കളിക്കുന്ന ടീമിന്റെ ജേഴ്സി ചോദിച്ചിട്ട് വിളിക്കുന്നു. അതെ, സ്വീഡനല്ലേ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചത്? അർജന്റീനയുടെ സ്വിറ്റ്സർലൻഡ് ആയിരുന്നല്ലേ? സ്വിറ്റ്സർലാൻഡിന്റെ ആള് അറിയില്ല അങ്ങനെയായിരുന്നു. അതെ, ഞാൻ ഇന്നലെ വന്ന് ജേഴ്സി മേടിച്ച ആളെ സ്വിറ്റ്സർലാൻഡിന്റെ ജേഴ്സി അത് തീരെ നിനക്ക് ഇംഗ്ലണ്ടിന്റെ ജേഴ്സി
അത് ശരിക്കും ഇതുപോലുള്ള ഇപ്പോ അർജന്റീനയുടെ മാച്ചിൽ വരുന്ന പ്രശ്നങ്ങൾ, ആരോപിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ വേറെ മാച്ചുകളും നടക്കുന്നുണ്ട്. പക്ഷെ അതിന് ഇത്ര അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സംഗതി നമ്മുടെ അവിടുത്തെ ഫാൻ ഫൈറ്റ് രസാ, ഒരു പോയിന്റ് വരെ രസമായിട്ട് പോയായിരുന്നു. ചിലടത്ത് എത്തിയപ്പോ ബ്രസീൽ തോറ്റ സമയത്ത് കണ്ട് ഇവന്മാര് കീറാൻ തുടങ്ങി. ഫ്ലക്സ് വെച്ച ഫ്ലക്സുകൾ കീറലും ഭയങ്കര ടോക്സിക് കൾച്ചറാണ് ശരിക്കും പറഞ്ഞത്. ഇല്ലടാ, അവിടെ ഭയങ്കര ഫ്രണ്ട്ലി സാധനല്ലേ പോണേ. ഫ്രണ്ട്ലി സാധനമാണ് ഈ രസമാണ്, ഫ്രണ്ട്ലി സാധനം കുറെ ഫ്രണ്ട്ലി സാധനം രസമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആൾക്കാര് മറ്റവനും കൂടെ തോക്കുന്ന കാണണം, കണ്ടോട്ടെ. നല്ലൊരു ഗെയിം ഫുട്ബോൾ കാണുന്നുള്ളതല്ല. എനിക്ക് ക്രിസ്ത്യാനോ ഗോൾ അടിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമാണ്. ക്രിസ്ത്യാനോ നന്നായിട്ട് കളിക്കുന്നതാണ്, അത് നല്ല ഫുട്ബോൾ മാച്ച് കാണുന്നത് ഇഷ്ടം. ഞാൻ അതുകൊണ്ടല്ലേ ഹൈലൈറ്റ്സ് മാത്രം കണ്ടേ, എനിക്ക് ഗോൾ അടിക്കുന്നത് ഇപ്പൊ കേപ്പ് വെറുതെ രണ്ടും തന്നെ. ഇപ്പൊ ആ ടീം കളിച്ച കളി 5 ലക്ഷം ആൾക്കാരെ അവിടെ ഉള്ളൂ. ആ രാജ്യത്ത് 5 ലക്ഷം ആൾക്കാരെ ഉള്ളൂ. അവരുടെ ഗോളി, അതായത് അയാള് പ്ലംബറാണ്, ഇലക്ട്രീഷ്യനാണ്. അവരുടെ ഡിഫൻഡറിനെ ഹയർ ചെയ്തത് ലിങ്ക്ഡിൻ പോസ്റ്റ് ഇട്ടിട്ടാണ്. പുള്ളിയെ റീച്ച് ഔട്ട് ചെയ്തത് ലിങ്ക്ഡിനിലാണ്. അപ്പൊ കോച്ച് ശരിക്കുള്ളതാ ഉള്ള എന്റെ അറിവ് വെച്ചാൽ അതെ. അപ്പൊ പുള്ളിക്കാരൻ പോർച്ചുഗീസിലാണ് മെസ്സേജ് കിട്ടിയത്. അപ്പൊ പുള്ളിക്കാരൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒരു 9 മാസം കഴിഞ്ഞ് പിന്നെ പുള്ളിക്ക് സെയിം സാധനം ഇംഗ്ലീഷിൽ കിട്ടി. അപ്പോഴാണ് പുള്ളി മനസ്സിലാവുന്നത് സീരിയസ് അല്ലേ. അങ്ങനെ ഒരു ടീം. പക്ഷെ അവര് അർജന്റീനക്കെതിരെ കളിച്ച കളിയാണല്ലോ, എന്റെ കളിയാ ഇത് സൂപ്പർ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് കിട്ടി. മാധവ് സുരേഷ് ക്രിസ്ത്യാനോ പുള്ളി സ്പെയിനെതിരെ അല്ല, അവര് തോറ്റിട്ടില്ല. അവര് റെഗുലേഷൻ ടൈമിൽ അവര് തോറ്റിട്ടില്ല. നീ ആലോചിക്കണം, എല്ലാം ഡ്രോ ആയിരുന്നു തോന്നുന്നു. സ്പെയിനെതിരെ 0-0, 7 സേവ്. പുള്ളി ഓവർ റേറ്റ് സൂപ്പർ സ്റ്റാറായി. പുള്ളി ഇത്രയും വർഷത്തെ എഫേർട്ടാണ്, പക്ഷെ പുള്ളി ശ്രദ്ധിക്കപ്പെടാൻ വലിയൊരു സ്റ്റേജ് കിട്ടിയപ്പോ അവിടെ പെർഫോം ചെയ്തു. പക്ഷെ ഇവിടെ പുള്ളിക്ക് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാം. പുള്ളിയുടെ ലൈഫ് എനിക്ക് തോന്നുന്നു സെറ്റ്. ആൻഡ് നീ ആലോചിക്കണം, ഈ 5 ലക്ഷം ആൾക്കാരുള്ള സ്ഥലത്തുനിന്ന് വന്നൊരു ടീം ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ടീം കൂടെ. അത് നേരെ ഓപ്പോസിറ്റ് അല്ലേ ശരിക്കും. നമുക്ക് 140 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോ ഇത്ര ആൾക്കാരുടെ ആദ്യം ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ തന്നെ ചൈനയിലല്ലേ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും പ്രയോറിറ്റി എപ്പോഴും എന്താണ്? എനിക്ക് ഇതിൽ പഠിച്ചാലേ രക്ഷപ്പെടൂ. നീ ഫുട്ബോൾ നല്ല ടാലന്റ് ഉള്ള പയ്യനാണെന്നുണ്ടെങ്കിൽ അവനെ വിടാനൊരു സ്ഥലമല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ പോരത്തിന് പോയിരുന്ന് പഠിക്കുന്നല്ലേ പറയുള്ളൂ. അത് പണ്ട് ഇപ്പൊക്കെ മാറിയിട്ടുണ്ട്. പിള്ളേർ കളിക്കാനൊക്കെ പോകുന്നുണ്ട്, വരും, നമ്മുടെ ടീമൊക്കെ വരും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തൊരു പ്ലാനോ സാധനങ്ങളോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ഈ വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴാണല്ലോ ഇങ്ങനെ കണക്റ്റഡ് സംഭവങ്ങൾ ഇങ്ങനെ വരുന്നത്. നമ്മുടെ അടുത്ത് ഇൻഫർമേഷനുകൾ ഇങ്ങനെ വരുന്നത്, ഓരോ രാജ്യം ഇതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് വരുന്നത്. അതിൽ കേട്ടതിൽ ഏറ്റവും അടിപൊളി സംഭവം തോന്നിയത് ജപ്പാന്റെ ആണ്. ജപ്പാന് ഫുട്ബോളിൽ ഒരു കൾച്ചർ ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് അവരൊരു മിഷൻ ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നത് 98-ലോ സംതിങ്ങിലോ അവർ സ്റ്റാർട്ട് ചെയ്തൊരു ഇതാണ്. 100 കൊല്ലത്തിനുള്ളിൽ നമ്മൾ വേൾഡ് കപ്പ് അടിക്കുന്ന ഒരു ടീം ഉണ്ടാക്കും. ആദ്യം ഉണ്ടാക്കിയൊരു സാധനം. അപ്പൊ ഇവർക്ക് ഫുട്ബോൾ ഇവർക്ക് കാണാനും ഇല്ല, ഇവരുടെ നാട്ടിൽ ഫുട്ബോളിന്റെ വലിയ സംഭവം ഇല്ല. ഇപ്പൊ ഇവർക്ക് ഇത് പിള്ളേരാണ് ഇതിൽ അട്രാക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ പ്രായമായവരെ കിട്ടിയിട്ട് നമുക്ക് ഈ ഗോൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയല്ലേ. അപ്പൊ ഇതിന് വേണ്ടി ഇവര് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമിക് സാധനങ്ങൾ ഇറക്കി. ഫുട്ബോൾ സൂപ്പർ താരങ്ങളെ വെച്ചിട്ട് കോമിക് ഇറക്കി. ഷാവലിൻ സോക്കർ അല്ല, ചൈനയാണല്ലേ. അതെ. അപ്പൊ ഈ ഇങ്ങനത്തെ കോമിക് പുസ്തകങ്ങൾ, കഥപുസ്തകങ്ങൾ അങ്ങോട്ട് ഇറക്കി. അതില് ഫുട്ബോൾ കളിക്കണ സൂപ്പർ ഹീറോസിനെ ഇറക്കി. പിള്ളേര് ഭയങ്കരമായിട്ട് ഇതിൽ ഇൻസ്പയർഡ് ആയി. അതിൽ എനിക്ക് തോന്നുന്നു സ്പെയിനിന്റെ ഏതൊരു പ്ലെയർ പറഞ്ഞിട്ടുണ്ട്, ആള് ഈ കോമിക്സ് വായിച്ചിട്ട് ഫുട്ബോളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാള്. അങ്ങനെ അവരവിടെ ഒരു ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജപ്പാനിലൊരു വലിയ ലീഗ് സെറ്റപ്പ് ഉണ്ട്. പക്ഷെ ഇവര് പോകെ ഇത്ര കൊല്ലം കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായത് 100 കൊല്ലം വേണ്ടാന്ന്. അവരുടെ ടാർഗറ്റ് എത്രയാണ്ട് വെട്ടിച്ചുരുക്കി. ഇതിനുള്ളിൽ നമ്മൾ വേൾഡ് കപ്പ് അച്ചീവ് ചെയ്യുന്നുള്ളത്. അവരിപ്പോ ഓൾമോസ്റ്റ് ആ സാധനത്തിന്റെ അടുത്തെത്തി തുടങ്ങി. ഇപ്പൊ ഈ കഴിഞ്ഞ കളിച്ച ഈ വേൾഡ് കപ്പിൽ അവരുടെ നല്ല പ്രസൻസ് ഉണ്ടായിരുന്നു ജപ്പാൻ ടീമിന്റെ. അപ്പൊ ഓരോ രാജ്യങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്യണ്. അപ്പൊ ചൈനയും ചിലപ്പോ അങ്ങനെയായിരിക്കും, ഒരു നല്ല ടീമായിട്ട് ചിലപ്പോ പെട്ടെന്നൊരു ഇറങ്ങണ്ടോ. അപ്പോൾ ജപ്പാൻ തന്നെയല്ലേ മറ്റേ ഈ കോഫി കുടിക്കുന്ന ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചെറിയ മിഠായി കുട്ടികളെ ഈ പറഞ്ഞ പോലെ ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആ ശീലം വളർത്തിയെടുത്തു. ഇവിടെ തന്നെ അല്ലേ
എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. ഇവരെല്ലാം കളിക്കുന്നത് ഈ മറ്റേ ലോങ് ഗെയിം ആണല്ലേ. നിങ്ങൾക്ക് ഫാക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടും. ഇത് നമ്മൾ അറ്റവും തുമ്പും വാലേക്കുള്ളത് നമ്മൾ മുക്കിലിരുന്ന് സംസാരിക്കുമ്പോ എങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. ഇത് നാളെ അത് ജപ്പാനല്ല കൊറിയയുടെ പറയരുത് പ്ലീസ്, എനിക്ക് വിഷമാവും. അത് പേഴ്സണൽ മെസ്സേജ് അയക്കുക ഗ്രൂപ്പിൽ, അതിന്റെ താഴെ കമന്റ് ചെയ്യാതിരിക്കുക. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ടെങ്കിൽ അതിന്റെ താഴെ നല്ലൊരു കമന്റ് ആയിട്ട്. അതെ, വളരെ ടൈം എടുത്ത് എഴുതിയിടാ. ഞാൻ ഈ അടുത്തായിട്ട് എനിക്ക് ചായ ഇഷ്ടമാണല്ലോ, ചായ നല്ലോണം കുടിക്കും. അപ്പൊ ഞാൻ ഈയിടെ ഒരു റെഡിറ്റ് പോസ്റ്റ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളത്. എന്തൊക്കെയാന്നറിയോ ഓരോരുത്തർ ചെയ്യണേ. അത് വെറുതെ നമ്മൾ ഉണ്ടാക്കുന്ന ചായ നമ്മുടെ ചായ, നല്ല ചായ. നിനക്ക് പ്ലസ് ടുവിൽ പഠിക്കാണ്ടായിരുന്നു നൈസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞൊരു ഒരു ചായ ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. നിന്റെ സിലബസ് ഏതായിരുന്നു? സ്റ്റേറ്റ് സിലബസ്, CBSE. ഞാൻ പ്ലസ് ടുവിലൂടെ ചായ ഉണ്ടാക്കാൻ പഠിക്കുന്നത്. അതിലത്തെ ചായ ഉണ്ടാക്കണ കാര്യമല്ലോ ഇത്. എന്തൊരു ചായ ഉണ്ടാക്കലാണ് തല്ലിപ്പൊളി. എന്താണത്? അതില് ചായലിട്ട് തിളപ്പിക്കണോ എന്തൊക്കെ സാധനം ഉണ്ട്. അത് നമ്മൾ ഉണ്ടാക്കുന്ന ചായ പോലെയല്ല. നൈസ് കപ്പ് ഓഫ് ടീ, അത് നൈസ് കപ്പ് ഓഫ് ടീ അല്ല. നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞു ഞാൻ ടീച്ചറിനോട് ക്ലാസ് കഴിഞ്ഞപ്പോ. അന്ന് റിവ്യൂ കൾച്ചർ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയായിരുന്നു ടീച്ചറിനോട്. ഞാൻ വായിച്ചു നൈസ് കപ്പ് ഓഫ് ടീ വായിച്ചു, നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അല്ലായിരുന്നു അല്ലേ? അന്ന് ഉണ്ടായില്ല. അപ്പൊ ഞാൻ കേപ്പൂർത്തയെ കുറിച്ച് വാചാലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത അറിയാത്ത സാധനങ്ങളിൽ വാചാൻ നിക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ എങ്ങനെ സമയം പോവും? നമ്മൾ ബ്രാൻഡുകളെ പറ്റി പറയണമെന്ന് പറഞ്ഞില്ലേ, സർവീസസ്. ശരിക്കും പറഞ്ഞ ഞാൻ ഇവനും കൂടെ ഇരിക്കണം എന്ന് ആദ്യം വിചാരിച്ചത് എങ്ങനെയാന്ന് വെച്ചാല്, നമുക്ക് 2-3 മോശം അനുഭവങ്ങൾ ഉണ്ടായി ചില ബ്രാൻഡുകളുടെ ഭാഗത്ത്. അത് നമ്മൾ എവല്യൂഷനുമായി കണക്ട് ചെയ്ത് പറയണെങ്കിൽ നമ്മൾ പണ്ട് ആൾക്കാരെല്ലാരും കൂടിയിരുന്നായിരുന്നു എന്തിനാ കുറ്റം പറയാൻ. അതെ, അതുപോലെ കുറ്റം പറയാൻ വേണ്ടി ഞങ്ങൾക്ക് കിട്ടിയ 2 സംഭവങ്ങളായിരുന്നു, 2 മോശം സർവീസുകൾ. നിന്റെ എന്ത് സർവീസ് ആയിരുന്നു? എന്റെ പോലെ ഞാൻ റീസെന്റ് വീടൊന്ന് മാറിയേ. അപ്പൊ അങ്ങടേക്ക് ഞാൻ എന്റെ വൈഫൈ, ഞാൻ ബ്രാൻഡിന്റെ പേര് നമ്മൾ പറയണ്ട, നമ്മളെ കൊണ്ട് കേസും കൂട്ടം താങ്ങാൻ പറ്റില്ല. ബ്ലെയർടെൽ എന്ന് പറഞ്ഞൊരു ഫിക്ഷണൽ അവന്മാരുടെ സർവീസ് ആയിരുന്നു എൻ്റെ കയ്യില്. അപ്പൊ ഞാൻ ഇത് റീലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് നമുക്ക്. എടാ ഈ ഏജില് അവിടെ ഒരു പുതിയ വീട്ടിലോട്ട് മാറുമ്പോ നിന്റെ കൂടെ ചായപാത്രം വരുന്ന പോലെ തന്നെ നിന്റെ കൂടെ അത്യാവശ്യം നെറ്റ് വരണം. അപ്പൊ ഞാനൊരു 4-5 ദിവസം മുന്നേ ഇതിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തു റീലൊക്കേറ്റ് ചെയ്യാനുള്ള. അവർ അതിനുള്ളൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പൊ അവര് സർ അന്ന് വന്ന് അതിന്റെ പിന്നെ 3-4 തവണ കസ്റ്റമർ കെയർ ആയിട്ട് സംസാരിച്ചു. നോട്ട് ദ പോയിന്റ് 3-4 തവണ സംസാരിച്ചു. അപ്പോഴൊക്കെ അവര് പറഞ്ഞു ആള് വന്നിരിക്കും, കട്ടായം പറഞ്ഞു. ശരി, എന്നിട്ട് ഞാൻ മാറി. അന്ന് വന്നില്ല. ഓക്കെ പിറ്റേന്ന് വരുമായിരിക്കും. പിറ്റേന്നും വന്നില്ല. വിളിച്ചപ്പോ ഈ വിളിക്കുമ്പോഴൊക്കെ ഇവന്മാര് ഒരു ഉത്തരവാദിത്തം എടുക്കില്ല എന്നുള്ളതാണ് ആരും. അതായത് നിനക്കൊരു അക്നോളജ്മെന്റ് പ്രോപ്പറായിട്ട് തരില്ല. അതായത് ഈ സമയം ആള് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റ് കേട്ടിട്ടുണ്ട്, അപ്പോൾ ഈ സമയത്ത് ആള് വരും എന്ന് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് ആ ഒരു കോളിന് ഒരു അക്നോളജ്മെന്റ് അവർ തരില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് സാർ അയ്യോ സാർ ഞങ്ങൾക്ക് അത് അയക്കാനുള്ള ആക്സസ് ഇവിടെ ഇല്ല സാർ. ഇതേ ഇവർ പറയും. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് അവസാനം അവർ മോശമായിട്ട് സംസാരിപ്പിക്കും. അതുവരെ അതിന്റെ ബ്രേക്കിംഗ് പോയിന്റ് വരെ അവർ എത്തിക്കും. എന്നിട്ട് ഞാൻ അവസാനം പറഞ്ഞു ഇതൊരു 10-30 കോള് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട നിങ്ങളുടെ സർവീസ്, നിങ്ങളിതൊന്ന് കട്ട് ചെയ്ത് തരും, അതിനും പ്രൊസീജിയർ വേണം, അതിനും പിരിക്കണം. അപ്പൊ അയ്യോ സാർ നിങ്ങളുടെ പേരിൽ ഓൾറെഡി ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന റിക്വസ്റ്റ്, അപ്പൊ ഇപ്പൊ കട്ട് ചെയ്ത്. പിന്നെ പോരാത്തതിന് ഇവരുടെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിനകത്ത് ഇവരിങ്ങനെ ഒരു ഓപ്ഷനേ തരില്ല നിനക്ക്. സർവീസ് ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് ചത്താലും തരില്ല. നിനക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1 മാസത്തേക്ക് നിർത്തി വെക്കാം, 2 മാസത്തേക്ക് നിർത്തി വെക്കാം. അതാണ് അത് നമ്മളിങ്ങനെ അകത്ത് തപ്പി പോകണം, എന്നാലേ കിട്ടുള്ളൂ. ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്തില്ല. എന്നാൽ ഡിസ്കണക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കോൾ എടുക്കുന്ന ആളുടെ തലയിലാവോ വാട്ട് എവർ എനിക്കറിയില്ല, അതും ഇവന്മാർ സമ്മതിക്കില്ല. അതും ഉത്തരവാദിത്തം ഒഴിവാക്കിക്കൊണ്ടിരിക്കും. അത് മടുത്ത് അവസാനം ഞാൻ ഇവരുടെ കസ്റ്റമർ റീഡ്രസൽ ഈ ഗ്രീവൻസ് പോകേണ്ട ഒരു അതോറിറ്റിയുടെ മെയിലോ അതൊക്കെ തപ്പിയെടുത്ത് അതിലോട്ട് അയച്ചിട്ട് അതിന് റെസ്പോൺസ് ഇല്ല 2 ദിവസത്തേക്ക്. അപ്പം തന്നെ ഞാൻ അടുത്ത വേറെ സർവീസ് പ്രൊവൈഡറിനെ എടുത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു മെയിലിൽ ടൈപ്പ് ചെയ്ത് വിട്ടു. ഇങ്ങനെയൊക്കെയാണ്, എന്നെ കൊണ്ട് ഇതിൻ്റെ അപ്പുറത്തൊന്നും വയ്യ, ഞാൻ ഇങ്ങനെയുള്ള റിക്വസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്, അതെങ്ങനെയാ വെച്ചാൽ ഞാൻ ഇനി എൻ്റെ ഇതൊരു 50 പൈസ ഞാൻ തരില്ല, അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടൊരു മെയിലിട്ടിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ വേറെ സർവീസ് ഉപയോഗിച്ചു തുടങ്ങി. അത്ര തന്നെ. പക്ഷേ
ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ഈ കസ്റ്റമർ സർവീസിനെ വിളിച്ച് അതിന്റെ പുറകെ ഇരുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ ശരിക്കും എനിക്കുണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ പുതിയൊരു അറിവും കൂടിയാണ് എനിക്ക് കിട്ടിയത്. നമ്മുടെ അടുത്ത പ്രമുഖ ഷോപ്പിംഗ് സൈറ്റ് അതില് റിവ്യൂവിന്റെ പരിപാടിനെ പറ്റിയിട്ട് ഞാനൊരു വാട്ടർ ഫിൽറ്റർ മേടിച്ചു, സബ്സെ ശുദ്ധ പാനി. ആമസോൺ ആണോ അല്ലേ? ബാംബുസോണിൽ ഞാനൊരു സബ്സെ ശുദ്ധ പാനിയുടെ ഈ സാധനം മേടിച്ചു. എന്നിട്ട് ആ ഒരു ഫ്രീ ഇൻസ്റ്റാളേഷൻ ഉണ്ട്, പിറ്റേ ദിവസം വരും എന്ന് പറഞ്ഞു. ഞാൻ ഈ സാധനം കൊടുത്തു, ഞാൻ ഈ ഫ്രീ ഇൻസ്റ്റാളേഷന് അവിടെ അടിച്ചു കൊടുത്തു. അപ്പൊ അവിടെ നിന്ന് ഒരു ചേട്ടൻ വിളിച്ചു, നാളെ വരും എന്ന് പറഞ്ഞു. ആ ശരി, നാളെ വന്നോളൂ എന്ന് പറഞ്ഞു. പിന്നെ ആ ചേട്ടനെ പറ്റി ഒരു വിവരമില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കണമില്ല. ഒരു 3-4 പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല. അപ്പൊ ഞാൻ അടുപ്പിച്ച് 3 പ്രാവശ്യം വിളിച്ചു. അപ്പൊ ഇയാളിത് പെട്ടെന്ന് എടുത്തു അറിയാണ്ട്. അതായത് ചേട്ടാ വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 1 ആഴ്ച കഴിഞ്ഞു, എന്താ വരാത്തേന്ന് ചോദിച്ചു. അപ്പൊ ആള് എവിടെയാ സ്ഥലം, ഇന്ന് വരാട്ടാ എന്നിട്ട് വെച്ചു. പിന്നെ ഈ ചേട്ടനെ കാണാനില്ല. അപ്പൊ ഞാൻ റിവ്യൂ അടിച്ചിട്ടു, ഒരു 1 സ്റ്റാർ കൊടുത്തിട്ട് പറഞ്ഞു, പ്രൊഡക്റ്റിന്റെ ഇതല്ല, നിങ്ങൾ ഇതിൽ പറയണ ഫ്രീ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന പരിപാടി ചെയ്ത് കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇതിന് ഇത്രയും നാളായിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരാൾ വന്നിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല. ഞാൻ അവസാനം വേറെ ഇലക്ട്രീഷ്യനെ വിളിച്ച് ആ സാധനം വെപ്പിച്ചു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ടും ഒരാളും വരണില്ല. അപ്പൊ ഞാൻ ഇത് കൊടുത്തില്ലേ, റിവ്യൂ കൊടുത്തില്ലേ, ഈ റിവ്യൂ ജന്മണ്ടെങ്കിൽ അപ്പാവണില്ല. ഈ പറഞ്ഞ ഞാൻ ഒരു സ്റ്റാർ കൊടുത്തിട്ട് റിവ്യൂ, അപ്പോഴാണ് എനിക്ക് ഈ സാധനം മനസ്സിലാവുന്നത്. അതിന് 4.something റേറ്റിംഗ് ഉണ്ട്. ഈ റിവ്യൂ ജന്മണ്ടെങ്കിൽ അവിടെ റിഫ്ലക്ട് ആവണില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ റിവ്യൂ കൊടുത്തതിന് എനിക്ക് അവിടെ ഒരു ഇത് വന്നു, ഇതൊരു റീജിയണൽ പ്രശ്നമാണ്, ഇത് മൊത്തം ഇതിന്റെ പ്രശ്നമല്ല. ഇത് ചിലപ്പോൾ തൃശ്ശൂർ ഇല്ലാത്തതായിരിക്കും, തൃശ്ശൂരിന്റെ മാത്രം പ്രശ്നമാണ്, ഇത് ബാക്കി കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യില്ലാന്ന്. അതുകൊണ്ട് ഈ റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ വീണ്ടും ഒരു പാരഗ്രാഫ് ഉണ്ടാക്കി എടുത്തിട്ട് 2 പാരഗ്രാഫ് ഞാൻ ആദ്യം ഇട്ടേ. അത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കോപ്പി ചെയ്ത് മാറ്റി വെക്കണം. ഞാൻ മാറ്റി വെച്ചു. ഇനി ഇത് ടൈപ്പ് ചെയ്യാൻ. പിന്നെ ഞാൻ ഏറ്റവും അവസാനം 3 വരിയിൽ എഴുതി, കൊള്ളൂല. അതാ ദേഷ്യം മൊത്തം. രണ്ടാമത് ദേഷ്യത്തിൽ എന്നിട്ട് പിന്നെ അല്ലല്ല, ദേഷ്യം മൊത്തം ഞാൻ ടൈപ്പ് ചെയ്ത് വന്നപ്പോ ഇംഗ്ലീഷ് കൊള്ളില്ല. ഞാനത് ChatGPT ഇട്ടിട്ട് ഇതിനൊന്ന് വൃത്തിയാക്കണ്ടേ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഇവൻ സബ്സെ ശുദ്ധ പാനി കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ChatGPT ഇട്ട് ശരിയാക്കിയിട്ടാണ് 1 പ്രാവശ്യം വിട്ടേ. അപ്പൊ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും ChatGPT അടിച്ചു കൊടുത്തിട്ട് വേണം ശരിയാക്കാൻ. 3 പ്രാവശ്യം ഞാൻ 2-3 പ്രാവശ്യം പോസ്റ്റ് ചെയ്തു, അത് പോസ്റ്റ് ആയില്ല. എന്നിട്ട് ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്തു, ആ റിവ്യൂ പോസ്റ്റ് ആവില്ല. ആ 1 സ്റ്റാർ കൊടുത്തിട്ട് ഞാൻ ഇട്ട റിവ്യൂ ആ ഷോപ്പിംഗ് സൈറ്റിൽ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പൊ ഞാൻ കുറെ താഴത്തേക്ക് പോയപ്പോ ഈ സെയിം ഇഷ്യൂ ടൈപ്പ് ചെയ്ത് കുറെ പേര് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സർവീസ്, ആഫ്റ്റർ സെയിൽ സർവീസ് മോശമാണ്, നോക്കണ്ടാന്ന്. അതായത് ഈ സാധനം കൊണ്ടുവന്ന് ഇപ്പൊ ഞാൻ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഇവര് വിളിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഫ്രീ ഇൻസ്റ്റാളേഷൻ ആണ്. ചിലപ്പോ ഇവിടെ അടുത്തുള്ള തേർഡ് പാർട്ടി ടീമിന് അതിൽ നിന്ന് വലിയ കാശൊന്നും ഉണ്ടാവില്ലായിരിക്കും. അത് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചുട്ടാ, സാർ ഒരു ഇൻസ്റ്റാളേഷൻ ഞാൻ പിടിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു, അത് റിവ്യൂ വന്നിട്ടില്ല, നിങ്ങൾ വരും എന്ന് പറഞ്ഞു, പിന്നെ കണ്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഇല്ല അതല്ല സാർ, അപ്പൊ അതിന്റെ ഗ്യാരണ്ടിയുടെ കാര്യം ചെയ്യാനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ ആളെ കൊണ്ട് പിടിപ്പിച്ചു, അത് കുഴപ്പമില്ല, ഞങ്ങൾ വന്നിട്ട് അത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഗ്യാരണ്ടി കിട്ടില്ലെന്ന് ചോദിച്ചു. അല്ല, അത് നമ്മള് ചെയ്തു തരാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തു സാധനം എഴുതിയെടുത്തിട്ട് ഗ്യാരണ്ടി ചാലുവാക്കി. ഇത് കൊക്കോ കാർഡാണ്. അല്ല, സബ്സെ ശുദ്ധ പാനി. സബ്സെ ശുദ്ധ പാനി അല്ല, അതന്നെ ഭാരത് കി സബ്സെ ശുദ്ധ പാനി. നമ്മുടെ MP ഒക്കെ പരസ്യത്തിന് പറഞ്ഞതാ. ഏത് നെല്ല് കൊയ്യണ MP. അതുപോലെ റീസെന്റ് ബോംബെയിൽ പോയിണ്ടായി ഗിഗ് മാനേജ് ചെയ്യാൻ വേണ്ടി. അത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ സർവീസ് ഇങ്ങനെ മോശമാവണ കുറെ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ തമിഴ്നാട്ടിൽ ചെന്നിട്ട് നീ ഊബർ വിളിച്ചാ, നമ്മുടെ കൊച്ചിയിൽ ഊബർ സത്യം തമിഴ്നാട്ടിൽ ചെന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു കോള് വരും, സാർ മീതി ഒരു 50 രൂപ കൊടുക്കുക. അപ്പൊ ഇല്ല കൊടുക്കുക, അവസാനം 50 രൂപ കൊടുക്കണം. ഇവിടെ നമുക്ക് ഓപ്ഷൻ ടിപ്പിൽ 20 രൂപ ഇടുമ്പോ 20 വേണോ എന്നുള്ളതാ. അവിടെ സത്യം പറഞ്ഞ ക്യാബിന്റെ റേറ്റ്സ് ഭയങ്കര ഡിഫറൻസ്. മുംബൈയിൽ ചീപ്പാണ്. നീ ഊബറിൽ എടുക്കുമ്പോഴും ഓലയിൽ എടുക്കുമ്പോഴും. ആൻഡ് ഓല ആയിരുന്നു കുറച്ചുകൂടെ റെസ്പോൺസീവ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായത് സ്വിഗ്ഗിയുടെ കേസിലാണ്. സ്വിഗ്ഗി ഇവിടെയൊക്കെ പിന്നെ നിനക്ക് ഒരാളുടെ പേഴ്സൺ ആയിട്ട് നിനക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇവന്മാരൊരു കൊറി കൊടുത്തപ്പോൾ അതും ബാൻഡിനെ ഇറങ്ങണം. അപ്പം അതിന് മുമ്പ് നമ്മൾ ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടമുള്ള സമയമായിട്ട് എപ്പോഴും. അപ്പോൾ ചെന്ന് ഓർഡർ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഇറങ്ങണം. അപ്പോഴേക്കും ഷവർമ പറഞ്ഞത് ഒരു 8 ഷവർമ പറഞ്ഞിട്ട് ഡെലിവറി ബോയ് വന്നിട്ട് 1 തന്നിട്ട് സാർ ബാക്കി എന്ത് എൻ്റെ തന്നുള്ളൂ.
അപ്പൊ ഇത് ഐറ്റം മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തപ്പോ അപ്പൊ തന്നെ അവരെ ക്വറി ക്ലോസ് ചെയ്തു, സെയിങ് ദാറ്റ് 6 to 8 hours ഞങ്ങൾ സോർട്ട് ചെയ്ത് തരാട്ടോ. ഈ 8 ഷവർമല്ലേ എന്ത് ചെയ്യാനോ ഇപ്പൊ. എന്നിട്ട് പിള്ളേര് വിശന്നിട്ടാ പോയേ ഇതില്. ജനറലി കസ്റ്റമർ സർവീസ് നിനക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് അവിടെ കിട്ടിയിട്ടുണ്ടോ? നല്ല എക്സ്പീരിയൻസോ? കസ്റ്റമർ സർവീസ് അല്ല, ഒരു വിധപ്പെട്ട നമുക്ക് ഇത് നമ്മൾ എടുത്തു പറയണതിന്റെ കാര്യം എപ്പോഴും നമുക്ക് മോശം കിട്ടണില്ലല്ലോ. എല്ലപ്പോഴും ചീത്ത ഒരു എക്സ്പീരിയൻസ് വരുമ്പോ എനിക്ക് നമ്മുടെ അവിടെ ഊബറിന് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. സ്വിഗ്ഗിയിൽ 1-2 പ്രാവശ്യം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെന്റെ ഭാര്യ ഗംഭീര വഴക്കുണ്ടാക്കി. സ്വിഗ്ഗി ഓർഡർ ചെയ്യില്ലല്ലോ. ഞാൻ സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നില്ല, അവൾ ഓർഡർ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് വേറെ ഇതിലൊന്നും പ്രശ്നമൊന്നുമില്ല. എനിക്ക് അവള് ഇമോഷണൽ ആയിട്ട് ഞാൻ കുറെ നാളായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയണേ, ഇങ്ങനെ ട്രീറ്റ് ചെയ്യണേ, ഞാൻ ഇനി ഓർഡർ ചെയ്യില്ല. അങ്ങനെ ഒരു സ്വിഗ്ഗിയില് 1-2 പ്രാവശ്യം കണ്ട ആൾക്ക് അങ്ങനത്തെ ഒരു കിട്ടിയില്ലേ? സത്യം പറഞ്ഞ ഇങ്ങനത്തെ എക്സ്പീരിയൻസുകൾ നിന്നെ ആ ബ്രാൻഡിൽ നിന്ന് അകറ്റും ശരിക്കും പറഞ്ഞു അല്ലേ? 1-2 ബാഡ് എനിക്ക് നമ്മുടെ നാട്ടില് ഉള്ളതിൽ ഇപ്പൊ കണക്ട് ചെയ്ത് പറയാൻ എനിക്ക് ഓർമ്മയുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടില് ആഫ്റ്റർ സെയിൽ സർവീസ് അടിപൊളിയുള്ള ഒരു കമ്പനി എനിക്ക് തോന്നിയിട്ടുള്ള വി-ഗാർഡ് ഭയങ്കര ആ കാര്യത്തിൽ കുറച്ച് നാള് മുമ്പ് വരെ ഈവൻ നീ ഒരു മോട്ടോർ മേടിച്ചിട്ടുള്ള സാധനം കേടായാൽ പോലും വിളിച്ചു പറഞ്ഞാൽ സർവീസ് കിട്ടും എന്നുള്ളത്. അത് അവര് അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം പണ്ട് ഞാനൊരു ഇപ്പോഴത്തെ എങ്ങനെയാന്നുള്ളൊരു എനിക്കറിയില്ല. ഞാനൊരു 2-3 കൊല്ലം മുമ്പത്തെ ഒരു എക്സ്പീരിയൻസിലൊക്കെ പിന്നെ ഞാൻ പറഞ്ഞും കേട്ടിട്ടുണ്ട് ആഫ്റ്റർ സെയിൽ സർവീസ് അത് അവരുടെ ഒരു കീ ഒരു സംഭവമായിട്ട് കൊണ്ട് നടക്കണ്ട. അവർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാത്തതിന്റെ ഒരു സംഭവം. അത് ശരിക്കും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണെന്നുണ്ട്. ഈ സ്കൂട്ടറിന് പറ്റിയൊരു പാളിച്ചയും അവിടെ ആയിരുന്നു. സാധനം എന്ത് പണ്ടാറായാലും അതിനെ മാർക്കറ്റ് നേരത്തെ പിടിക്കാൻ നമ്മൾ ചെറുപറ സാധനം ഇറങ്ങി. പക്ഷെ അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനോ ഒന്നും ടീമും ഉണ്ടായില്ല. അതിപ്പോ എന്തായി എനിക്കറിയില്ല. അവരിപ്പോഴും ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയ കമ്പനികളിൽ ഒരു കമ്പനിയൊക്കെ ആയിട്ട് തന്നെ ഉണ്ട്. ഉണ്ടോ? ഏതർ മാർക്കറ്റ് അല്ലേ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഏത്തറാണ് ആയിരിക്കും. നമ്മളിപ്പോ ഇതിൽ സ്പോൺസേർഡ് പരിപാടി പോലെ തോന്നുന്ന ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ വേൾഡ് കപ്പിനെ കുറിച്ച് വീണ്ടും സംസാരിച്ചു വന്നപ്പോ വേറെ ഒന്നും പറയണ്ടാ. വേൾഡ് കപ്പിനകത്ത് വേറെ എന്തിട്ട് പറയാനുള്ള മെസ്സി നോക്കടാ. അല്ല ഈ പ്രാവശ്യത്തേല് വന്നേല് സൈജ് ചേട്ടന്റെ വേറെ സാധനം ഡമ്പല് അതിന്റെ റീൽ ഉണ്ടായിരുന്നടാ. ഒരു ഡമ്പൽ ഇങ്ങനെ വെച്ചേക്കുന്നത്, അടുത്ത പറയുമ്പോ ഡമ്പല് വീണ്ടും ഡമ്പല് അടുത്ത ഡമ്പല്. സത്യം പറഞ്ഞ ആ ഒരു കളി കളി എന്ന് പറയുന്നത് മാച്ച് കാണുന്നതിന്റെ എക്സ്പീരിയൻസ് അത് തെറ്റില്ല. അല്ല സത്യം പറഞ്ഞ വാക്ക് നശിപ്പിച്ചു. അല്ലാന്ന് നീ അത് പറഞ്ഞാലും സെന്റൻസിൽ തെറ്റില്ലാന്ന്. അല്ല നമുക്ക് തന്നെ പറയാൻ മടിയായി തുടങ്ങി. അല്ലാന്ന് നീ 2 ഉദ്ദേശത്തിൽ പറഞ്ഞാലും കറക്റ്റാന്ന് പറഞ്ഞതാ. എന്നെ സംബന്ധിച്ചിടത്തോളം നശിപ്പിക്കപ്പെട്ടു എനിക്ക് ആ വാക്ക്. കളി തരുന്ന എക്സ്പീരിയൻസ് ആണല്ലോ മുഖ്യം. അത് കാണുമ്പോ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, അത് കൊടുക്കുന്നിടത്താണ് മുഖ്യം ജോർജ്, അത് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറയുന്നത് മാച്ച് കാണുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൺ ഓഫ് ദി ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്ററി ആണ്. അത് ഏറ്റവും ബെസ്റ്റ് തോന്നുന്നത് നമുക്ക് മനസ്സിലായില്ല. അറബി സൂപ്പറാണെന്ന് തോന്നുന്നു അല്ലേ? പ്രശ്നം ഒന്നും വേണ്ട, നീ വെറുതെ ഏതെങ്കിലും ഹൈലൈറ്റ് എടുത്തിട്ട് നീ ആ അറബി ബാക്ക്ഗ്രൗണ്ട് കേട്ടോ, കമന്ററി കേട്ടോ, സൂപ്പറാണ്, ഇമോഷണൽ ആണ്. ആ ഒരു മൊത്തം സന്തോഷം അതിനകത്തുണ്ട്, ആവേശം. അവരൊരു സെക്കൻഡ് വെറുതെ ഇരിക്കില്ല ഇംഗ്ലീഷിലെ മെസ്സേജ് ആണല്ലേ, ഓക്കെ ഓക്കെ അവനിട്ടുണ്ട് കേട്ടോ ആ ഒരു മോഡല്. പക്ഷെ നമ്മുടെ സൈജണ്ണൻ ഈ പറഞ്ഞ പോലെ ആരും ലൈനെ പിടിക്കണേ, വെറുതെ ഗ്യാപ്പ് ഇടില്ല. ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോ വീഡിയോ ഉണ്ട്, ആള് വായിക്കാണ്. മറ്റേ എന്തിന്റെ ബ്യൂട്ടിഫുൾ ഗെയിം എന്നുള്ളതിന്റെ എന്തിട്ട് ജോഗ ബൊനീറ്റോ അതിന്റെ അർത്ഥതലങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ട് ബ്രസീലിന്റെ ഇത് പറഞ്ഞിട്ട് ആള് നോക്കിയിട്ട് ആളെ അലക്കുണ്ട്. അത് ആ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യുന്നത് അടിപൊളിയാണ്. അതാ പറഞ്ഞത്, ആ ഗ്യാപ്പിൽ ആളുടെ സാധനം ഉണ്ട്, ഒരു ഫുൾ ഇൻഫർമേഷനും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സാധനം പഞ്ചടിക്കാൻ വെച്ചിട്ട് ആള് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പണിയെടുത്തിട്ടാണ്. പിന്നെ അത് വേണ്ടേ, പിന്നല്ലാണ്ട് അത് നീ ഒരു പ്ലെയർ പാസ് കൊടുക്കുമ്പോ അയാളെ കുറിച്ചുള്ള സാധനങ്ങളൊക്കെ പറയുമ്പോ ഭയങ്കര സ്കില്ല്, ഭയങ്കര എന്തോരം ഇൻഫർമേഷൻ കയ്യിൽ വേണല്ലേ. ഞാൻ ഈ അടുത്താണ് അറിഞ്ഞ അയാൾ ക്രിക്കറ്റ് പ്ലെയറാ.
ആണോ? ആള് ഏത് ടീമിലാണ് കളിച്ചിട്ടുള്ളത് അറിയോ? അഖില കൊച്ചി ഒരു ടീമില് കളിച്ചിട്ടുണ്ട് ആള്. കൊച്ചി ഏത് ടീം? കൊച്ചി എനിക്കറിയില്ല, ആള് ക്രിക്കറ്റ് പ്ലെയറാ. അപ്പൊ ആള് തന്നെ ഒരു സാധനത്തിൽ പറഞ്ഞിട്ട് ഇതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് ശ്രീശാന്തിന് ഓപ്പോസിറ്റ് കളിച്ചിട്ടുണ്ട് ആള്. ആണോ? അപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പ് ആയിരിക്കും. ഓ, അപ്പൊ ആള് ക്രിക്കറ്റ് പ്ലെയറാ. അപ്പൊ ഞാൻ ആലോചിക്കും ഇത്രയും പ്ലേയേഴ്സ്, അതും ഇതൊക്കെ പുതിയ പറഞ്ഞ ആൾക്കാരല്ലേ, എങ്ങനെ ഫോളോ ചെയ്യണല്ലേ ഈ കളീനെ? ഇത്രയും ഇൻഫർമേഷൻ കയ്യിൽ ഉണ്ടാവാനും വന്നിരുന്ന് പറയാനും. കൊറേയൊക്കെ സ്കൗട്ട് റിപ്പോർട്ടും കാര്യങ്ങളും നിനക്ക് കിട്ടും. ഇപ്പൊ ഇൻഫർമേഷൻ ഉണ്ട് ഓൺ ഇന്റർനെറ്റ് ആയാലും, അതെല്ലാം സ്കൗട്ടിംഗ് റിപ്പോർട്ടും കാര്യങ്ങളും. ഇതൊരു കളി നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതില് അത് അവരുടെ സ്കിൽ, അത് അവരുടെ ജോലിയാണ്. അതാ പറഞ്ഞത്, അത് ആ ജോലിനെ ഞാൻ ഭയങ്കര നമുക്കിങ്ങനെ കാണുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഫുട്ബോൾ അനലിസ്റ്റ് പരിപാടി കുറച്ചാണ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ നീ മനസ്സിലാക്കണം, ചിലപ്പോൾ നീ ആളുടെ ബൂട്ടിന്റെ കളർ വെച്ചിട്ടായിരിക്കും നീ ആളെ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാവും, ചിലപ്പോൾ നീ ഹെയർ സ്റ്റൈൽ വെച്ചിട്ടായിരിക്കും നീ ആളെ ട്രാക്ക് ചെയ്യുന്നത്. ടക്ക് ടക്ക് എന്ന് പറഞ്ഞ ആക്ഷൻ ടാഗ് ചെയ്ത് പോകണം, ലൈവില് ചെയ്യുന്ന പോലെ തന്നെ പടപടപട എന്ന് പറഞ്ഞ് പോകണം. അപ്പോൾ കമന്റേറ്റേഴ്സ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം മനസ്സിലാക്കുന്നത്, അതിന് വേറെ സിസ്റ്റം ഉണ്ടോ, അവർ ഓൾറെഡി ടാഗ്ഡ് പേര് കിട്ടോ, ഇങ്ങനെ ലൈവായിട്ട് ട്രാക്ക് ചെയ്ത് സംസാരിക്കുന്നത് എങ്ങനെ, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നത് എനിക്ക് കറക്റ്റ് ആയിട്ടല്ല. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ആൾക്കാർ ഫിസിക്കൽ എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ട് വെച്ച് ആളെ മനസ്സിലാക്കുക, എന്നിട്ട് അങ്ങനെയാണ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ക്രിക്കറ്റ് കളി കണ്ടിരുന്നത് തമിഴ് കമന്ററി സൂപ്പർ ആയിരുന്നില്ല, ഭയങ്കര ഫൺ സാധനം. നമ്മൾ എന്നിട്ട് തമിഴിൽ വെച്ചിട്ടല്ലേ കുറച്ചു നേരം കേട്ടോണ്ടിരുന്നത്. നമ്മള് എഫ്എമ്മിലൊരു സാധനം കാണുന്ന പോലെയായിരുന്നു. നമ്മള് കാറിലൊക്കെ ഇരുന്ന് എഫ്എമ്മില് 2 റേഡിയോ ജോക്കീസ് സംസാരിക്കില്ലേ, ആ ഒരു വൈബ് പിടിച്ചാണ് അവര് അടിച്ചോണ്ടിരുന്നത് തമിഴ് കമന്ററി. നല്ല രസമായിരുന്നു. അതില് ഫുട്ബോൾ പറയുമ്പോ ഫുട്ബോളിലുണ്ടായ എന്റെ ഒരു ഗിൽറ്റി പ്ലഷർ, നമുക്ക് ഇമോഷണൽ അധികം കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഇമോഷണൽ ആവാറില്ല. പക്ഷെ ഇങ്ങനെ ഫുട്ബോൾ റെസ്പെക്ട് വീഡിയോസ് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതിങ്ങനെ നമ്മുടെ ലെജൻസ് ഒക്കെ റിട്ടയർ ആവുന്ന സമയത്ത് അവരൊക്കെ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് അതിനൊരു സാഡ് മ്യൂസിക്കും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ട് യൂട്യൂബില്. കോളേജിലൊക്കെ ആയിരുന്ന സമയത്ത് അതായിരുന്നു നമുക്ക് ഒന്ന് ഇമോഷണൽ ആവും, അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് ഇൻസ്പിറേഷനും ഇതൊക്കെ കിട്ടും അതിനകത്ത്. ഫുട്ബോൾ റെസ്പെക്ട് വീഡിയോസ് സെർച്ച് ചെയ്യുക, കണ്ടുവെക്കുക. അതിന് എന്നെ കരയിപ്പിക്കാൻ പറ്റും. അയ്യോ, അതിങ്ങനെ രസമാണ്. ഐ മീൻ ഒരു ഇമോഷൻ ഉണ്ട് അതിനകത്ത്. ഗേൾ ഫ്രണ്ട് കരഞ്ഞ പ്രശ്നമില്ല, പക്ഷെ ഫുട്ബോൾ ഇമോഷൻ അയ്യോ അയ്യോ അയ്യോ. കഴിഞ്ഞ ദിവസേ ഇവരൊക്കെ രണ്ടാമത് കളിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഗെയിമുകളുണ്ട്. റൊണാൾഡീഞ്ഞോ കക്കൊക്കെ കൂട്ടിയിട്ട് കളിച്ചു തുടങ്ങി. എന്റെ ദൃഷ്ടിയിൽ ഇതായിരുന്നാലും ഇവർക്ക് ഭയങ്കര പ്രായം ഉണ്ടെന്നായിരുന്നു. 44 വയസ്സൊക്കെ ഉള്ളൂ. നമ്മളെക്കാള് അധികം വയസ്സ് മോളിക്കൊന്നും പോയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ നല്ല പ്രായമുണ്ട്. പക്ഷെ റൊണാൾഡീഞ്ഞൊക്കെ ഫുൾ തല മുടി നരച്ച്. റൊണാൾഡീഞ്ഞൊക്കെ പാർട്ടി ആനിമലാണ് പുള്ളിയല്ലേ. ആ ഒരു വൈബുണ്ട് പുള്ളിയൊക്കെ കളിക്കുന്നത്. പുള്ളിയുടെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈവായിട്ടുള്ള കളികൾ അങ്ങനെ കണ്ടിട്ടില്ല. ബിക്കോസ് കുറേ നാളൊക്കെ ഞാൻ ഹോസ്റ്റലിലായിരുന്നുകൊണ്ട്. പക്ഷെ ഇങ്ങനെ ESPN നമുക്ക് കുറച്ച് സമയം കിട്ടുമായിരുന്നു, ഒരു 5 മിനിറ്റ് സ്പോർട്സ് സെന്റർ കാണാനുള്ള. അപ്പം അതിനകത്തൊക്കെ വരുന്ന ഹൈലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ പുള്ളി വേറെ ലീഗ്. പുള്ളി ഡാൻസ് ചെയ്യാണ്. പുള്ളിയുടെ ഈ സാധനം രസം ഭയങ്കര അടിപൊളിയല്ലേ. പുള്ളി കളിക്കുന്ന എൻജോയ് ചെയ്ത് കളിക്കുന്നത് കാണാൻ നല്ല, എൻജോയ് ചെയ്ത് മാച്ച് പെർഫോം ചെയ്ത് കാണാൻ നല്ല രസമല്ലേ. മുഴുവൻ തലയിലത് കളിക്കില്ലേ. അയ്യോ. അപ്പോ ഇന്ന് നമ്മൾ അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതൽ അനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ചർച്ച എത്ര നേരം നീണ്ടു നിന്നു റിൻഷ? കറക്റ്റ് 1 hour ആയെന്നാണ് നമ്മുടെ ക്യാമറയുടെ പിന്നിൽ നിന്ന് അഖിൽ പറയുന്നത്. ഈ എപ്പിസോഡ് എന്തെന്ന് പറയുന്നതിന് ഇത് നമുക്ക് വേൾഡ് കപ്പാ വരാതെന്നോ എന്തെങ്കിലും ഇടാം അല്ലേ? ദീനരോധം ഈ 20 കൊണ്ടിട്ട് നീ 3 എപ്പിസോഡ് ഉണ്ടാക്കാം. നിന്റെ ഫ്രാൻസിന്റെ ജേഴ്സി ഇടാം, എനിക്ക് അർജന്റീനയുടെ ജേഴ്സി ഇടാം. നടുക്കൊരു വേൾഡ് കപ്പ് വെക്കാം. നീ ഞാനും മെസ്സിയുടെ ഇഷ്ടമെന്നല്ലേ പറഞ്ഞ? ഫ്രാൻസ് ജയിക്കാൻ സാധ്യതയുണ്ടല്ലേ? ഇമ്പാക്ട് ഉള്ളോ അങ്ങനെ തമ്മിൽ. ഇന്നത്തെ കളി കഴിയുമ്പോ നോക്കിട്ടാ മതി. ഇന്ന് എന്തായാലും ഫ്രാൻസ് ജയിക്കുമല്ലോ അല്ലേ? സ്പെയിൻ മോശമൊന്നല്ല. പക്ഷെ നാളെ അർജന്റീനയുടെ മാച്ചിന് മുമ്പ് നമ്മൾ ഇറക്കിവിടുകയും ചെയ്യുന്നു. അതാണ് പ്ലാൻ. എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതുപോലെ നമ്മുടെ വിഷ്ണു എന്ന് പറഞ്ഞ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഗെയിമർ മോങ് എന്ന് പറഞ്ഞൊരു പേജ് ചെയ്യുന്നുണ്ട്. നല്ല പേജ്.
ഈ ഗെയിംസിനെ കുറിച്ചും അല്ല, പക്ഷെ ആള് ആ ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, സ്പോർട്സ് ജേർണലിസം മേഖലയിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. അവനോട് സംസാരിച്ചു അവന്റെ ഹാൻഡിൽ ഗെയിമർ മോങ്കാണ്. ആള് നന്നായിട്ട് ഇപ്പൊ ഈ വീഡിയോ ഗെയിംസ് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഗെയിംസ് പി സി ഗെയിംസ് F1 ആൻഡ് ഫുട്ബോൾ ആള് നന്നായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ആള് നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും, കേൾക്കാൻ രസമാണ്. നന്നായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്ത ഗെയിമർ മോങ്ക്. വിഷ്ണു മോഹൻ. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വിക്ടേഴ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന, ഞങ്ങൾ രണ്ടാളെ മാത്രം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഞാൻ ആ ക്യാമറയിലേക്ക് നോക്കാണ്ട് മൊബൈലിലേക്ക് മെസ്സി